പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിലെ കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ബുധനാഴ്ച മുതൽ ഡോക്യുമെൻറ്റുകൾ സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, നമ്മുടെ രാവിലെയുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഓരോ ദിവസത്തിന് വേണ്ട ഡെയിലി ബ്രെഡാണല്ല ഇത്. അപ്പം നിങ്ങൾ ഇപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകത്തില്ലേ, അപ്പോൾ ഓരോരോ വിഷയങ്ങളിൽ ഏർപ്പെട്ടില്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് ഭവന നിർമ്മാണ തടസ്സമാണ്. അപ്പം നിങ്ങൾ അതിൻ്റെ സ്കെച്ചും പ്ലാനും രാവിലെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരണം. അച്ഛൻ കുറിച്ചെടുക്കുമ്പോൾ തന്നെ ആദ്യം ഡോക്യുമെൻ്റ് പ്രാർത്ഥനയാണ്ട സമയമായിരിക്കും. നിങ്ങളുടെ സ്കെച്ച് പ്ലാനുകളും നിങ്ങളുടെ എല്ലാ രേഖകളും കർത്താവിൻ്റെ ദിവസം സമർപ്പിക്കുന്നു എന്ന് പറയും. അതുപോലെ നിങ്ങളുടെ യാത്ര, വിദേശ യാത്രയ്ക്കൊക്കെ പോകണവരില്ലേ, അവിടെ ടിക്കറ്റുകൾ എടുക്കണം. ടിക്കറ്റുകൾ, പാസ്പോർട്ട്, രാവിലെയുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയുടെ സമയത്ത്. അപ്പോൾ തന്നെ പരീക്ഷയ്ക്ക് പോകുന്നവർ അതിൻ്റെ ഹോൾ ടിക്കറ്റ് എടുക്കണം. ആശുപത്രി പോകുന്നവർ അതിൻ്റെ ആശുപത്രിയുടെ ബുക്കില്ലേ, ആശുപത്രിയുടെ നിങ്ങളുടെ ഡയഗ്നോസിൻ്റെ പേപ്പറും മരുന്ന് എഴുതി പ്രിസ്ക്രിപ്ഷൻ പേപ്പർ
ആ വിഷയങ്ങൾ രാവിലെ എടുക്കണം. ആ മേഖലകളിലെല്ലാം കർത്താവിനത് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ ഇത് ഉടമ്പടി പ്രാർത്ഥനയുടെ തന്നെ മറ്റൊരു അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുന്നിടത്ത് വെച്ച് മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് കർത്താവിൻ്റെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി ആ വിഷയം നമ്മളെപ്പോലെ ദൈവത്തിൻ്റെ ആക്കിയെടുക്കുന്ന ഒരു സമർപ്പണ പ്രാർത്ഥനയാണ് രാവിലെ ഈ രേഖാപ്രാർത്ഥനയൊക്കെ ഉള്ളത്, ആ വിഷയം. പിന്നെ അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ ഇപ്പോൾ ഒരു പശുത്തൊഴുത്ത് കെട്ടാൻ പോയണം വിചാരിച്ചു. അപ്പോൾ ആ പ്രാർത്ഥന നിങ്ങൾ കൂരേണ്ടത് ആ സ്ഥാനത്ത് പോയിരുന്നാണ് കൂരേണ്ടത്. അടുക്കള കെട്ടുന്നവരും എസ്റ്റർ എടുക്കുന്നവരും കാർ ഷെഡ് ചെയ്യുന്നവരും ഒക്കെ ഈ പ്രാർത്ഥന അവരുടെ ആ ഉദ്യമം വേണ്ടി ഇപ്പോൾ ഈ നിലവിലിരിക്കുന്ന ഉദ്യമം എന്താണ്? ചിലപ്പോൾ ഒരു ചെറിയ ഷോപ്പ് ചെയ്യുന്നവരായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർ ചില പലചരക്കട ചെയ്യുന്നവരായിരിക്കും. ചിലപ്പോൾ അതിന് കച്ചവടം ഇല്ലാതിരിക്കുന്ന അവസ്ഥയായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ പ്രാർത്ഥന കച്ചവട സ്ഥലം അടുത്താണെങ്കിൽ, കച്ചവട പീടിയൊക്കെ അടുത്താണെങ്കിൽ ആ ഷോപ്പിൽ പോയി നിന്ന് ആണ് ഈ പ്രാർത്ഥന കൂടേണ്ടത്. അപ്പോൾ എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം, അത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി വേണം ഈ പ്രാർത്ഥന. അങ്ങനെ ഗുരുതരമായ വിഷയങ്ങളിരിക്കുന്നവർ, ഇപ്പോൾ കോടതിയിലെ കേസ് നടക്കണില്ലേ, അപ്പോൾ കേസ് നടക്കുന്നുണ്ടെങ്കിൽ കേസിൻ്റെ സമൻസ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ വക്കീലിന് കൊടുത്തിരിക്കുന്ന വക്കാലത്ത് ആ കേസിൻ്റെ അതിൻ്റെ കോപ്പി, എന്താണ് കോടതിയുടെ കോപ്പി കയ്യിലുള്ളത് അത് കയ്യിലുണ്ടാകണം. സ്ഥലം അളക്കുക, സ്ഥലം കൊടുക്കുക എന്നുള്ളത് ഒന്നെങ്കിലും പ്രമാണം ഉണ്ടായാൽ മതി കയ്യിൽ. അതിൻ്റെ എഗ്രിമെൻറ്റ് പേപ്പർ, പിന്നെ ഇൻ്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാകണം, ഫയലുണ്ടാകണം. അപ്പം ഇങ്ങനെ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ഇതിൻ്റെ കൂടെ വരും. ഈ നമ്മുടെ രാവിലെയുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയുടെ കൂടെ ഈ വിഷയങ്ങൾ രേഖകൾ സമർപ്പിക്കുന്ന സമർപ്പണ പ്രാർത്ഥന ഉണ്ടാകും. അത് നിങ്ങൾക്ക് മുട്ടനിക്കാൻ പറ്റുന്നൊരു മുട്ടയിൽ തന്നെ അത് പ്രാർത്ഥിക്കണം. ആദ്യത്തെ ഭാഗം അച്ഛൻ കുരിശെടുക്കുമ്പോൾ തന്നെ ഉള്ളത് ആദ്യമേ തുടങ്ങുന്നത് ഇതുപോലെയുള്ള രേഖകളെ സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. അതിനുശേഷമാണ് പിന്നീട് രോഗികളെയൊക്കെ സംബന്ധിച്ച് ജീവിത വിഷയങ്ങളെ സംബന്ധിച്ച് പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അതായത് അപ്ഡേഷൻസാണ് വന്നിരിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. രേഖകളുള്ളവരൊക്കെ രേഖകൾ കയ്യിലെടുക്കുക. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അങ്ങയുടെ മക്കൾ അവരുടെ ജീവിതത്തിൽ ഇന്ന് ബാധ്യതപ്പെടേണ്ട എല്ലാ ജീവിതരേഖകളുമായിട്ട് കർത്താവ് അങ്ങയുടെ തിരുസേനയെ കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് പരീക്ഷയ്ക്ക് പോകുന്നവരെ, റിസൾട്ട് നോക്കാൻ പോകുന്നവർ, ഇൻ്റർവ്യൂവിന് പോകുന്നവർ, വിദ്യാർത്ഥികൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് പോകുന്നുവോ അവരുടെ രേഖകളെല്ലാം ഇപ്പോൾ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ രേഖകളുടെ മേലെല്ലാം നിൻ്റെ തിരുമുറുവാർന്ന് വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയെ പരിശുദ്ധമേ ദേവമാതാവേ, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാനായിലെ കല്യാണ കുടുംബത്തിലെ കർത്താവിൻ്റെ കൃപയുടെ വാഹകയായി നിന്നവളെ, മക്കൾക്ക് പലപ്പോഴും വിദ്യാഭ്യാസത്തെയും പഠനത്തെയും പരീക്ഷയെയും ഇൻ്റർവ്യൂവിനെയും അതിൻ്റെ ഫലപ്രഖ്യാപനത്തെ നോക്കുന്നതിനൊക്കെ പോകുന്നവർക്ക് ടെൻഷനും പലതരത്തിലുള്ള പ്രയാസവും ഒക്കെയാണുള്ളത്. ആദ്യമേ അമ്മയെ അവിടെ മനസ്സ് സമാധാനപ്പെടുത്താനും സ്വസ്ഥപ്പെടുത്താനും നീ അവരെ ആശീർവദിക്കുക, ശക്തിപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതികൾക്കെല്ലാം കീഴ്വഴങ്ങിക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സുവിശേഷ സാക്ഷ്യം മുന്നേറാനുള്ള കൃപ അവർക്ക് നൽകണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് പുരയിടമായിട്ട് ബന്ധപ്പെട്ട ഒരേ വിഷയങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പുരയിടത്തിലാണ് വിൽക്കാൻ പോകുന്നവരുണ്ട്, വാങ്ങാൻ പോകുന്നവരുണ്ട്, അഡ്വാൻസ് കൊടുത്തവരുണ്ട്, അഡ്വാൻസ് കൊടുത്തിട്ട് അതിൻ്റെ തീർവ് നടക്കാത്തവരുണ്ട്. അങ്ങനെയുള്ളവരുടെ എല്ലാ പ്രമാണങ്ങളെയും അതുപോലെ തന്നെ അച്ചാരച്ചീട്ടിനെയും അങ്ങയുടെ തിരുസനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കും ദൈവമേ. അതുപോലെ തന്നെ ഈശോയെ പലതരത്തിലുള്ള കീടങ്ങൾക്ക് കൃഷിക്കുണ്ടാകുന്ന കീടങ്ങൾ, അതുപോലെ തന്നെ പലപ്പോഴും ഏലം പഴുത്തു മാറുന്നതും, അതുപോലെ തന്നെ പലതരത്തിലുള്ള മത്സ്യത്തൊഴിലാളി മേഖലയിലുണ്ടാകുന്ന കേടുപാടുകൾ, വലയുടെ കേടുപാടുകൾ, സ്ഥിരമായി കെഞ്ചി നിന്ന് പോവുക, സ്ഥിരമായി വലക്ക് കേടുപാട് വരിക, അങ്ങനെയുള്ള മേഖലകളിലുള്ള വസ്തുവകൾ, ഇംപ്യൂട്ട്സിനെ, ഉരുപ്പടികളെ, മത്സ്യബന്ധന ഉരുപ്പടികളെ അങ്ങനെ തിരുസന്നിധിയിൽ അത് നന്നായി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയും സുരക്ഷിതമായി അത് ഉപയോഗിക്കാൻ വേണ്ടിയും കർത്താവിൻ്റെ നാമത്തിൽ അവരെ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു.
ആശുപത്രി പോകുന്നവരുടെ ചീട്ടുകളും അതുപോലെ തന്നെ എക്സ്റേ കോപ്പികളും സ്കാനിങ് റിപ്പോർട്ടുകളും അതുപോലെ തന്നെ മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കാർഡുകളും അങ്ങയുടെ തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമേ കർത്താവെ, നിൻ്റെ തിരുമുറുവാൻ വരദകരം മക്കളുടെ മേലെ വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, വിദേശ യാത്ര ചെയ്യുന്നവരെ, യാത്രയ്ക്ക് ഒരുങ്ങുന്നവരെ, അവരുടെ പാസ്പോർട്ടുകൾ, വിസ, അതുപോലുള്ള എല്ലാ വിഷയങ്ങളും കർത്താവെ അങ്ങയുടെ തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഈശോ നിന്റെ തിരുവാർന്ന് വരദകരം ആണിപ്പെടുന്ന അത്ഭുതകരം കർത്താവെ ഈ മക്കളുടെ ശിരസിൽ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പണ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി ഈ രേഖകളിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിലനിൽക്കുന്ന തടസ്സങ്ങളെ, ദോഷങ്ങളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ 39 വർഷത്തെ പൗരോഹിത്യത്തിൻ്റെ ശക്തിയാലും കർത്താവിനും കൃപാസ്ഥാനത്താരും ജീവനുടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷഘട്ടത്തിൻ്റെ യോഗ്യതയാലും അൽത്താരിൽ നടന്ന 14 ആരാധനയുടെ ദൈവികമായ ശക്തിയാൽ ഈ രേഖകളുണ്ടാകുന്ന ഈ വിഷയ വസ്തുക്കൾക്കുണ്ടാകുന്ന ഈ രേഖയുടെ മേലുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും, മറവി തടസ്സങ്ങൾ വരെ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുകയും ഇതിലെ ശുഭദീർഘമായ പര്യവസാനം ഉണ്ടാകാൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥനെ രേഖകളെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവെ, കണ്ണുനീരുടെ വിതയ്ക്കൊന്നും അവർ ജയഘോഷത്തോടെ കൊയ്ത കറ്റയുമായി വരുന്നു എന്നുള്ള എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയാണ്. കർത്താവെ, കണ്ണുനീരുടെ പോകുന്നവർ, ആശങ്കയോടെ പോകുന്നവർ ഉത്സാഹത്തോടെ തിരിച്ചു വരാനും അവർക്ക് ഉന്മേഷത്തിൻ്റെ അരുവിയെ പരിശുദ്ധാത്മാവിനെ, ദ ജോയ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിൽ അവരെ പ്രത്യേകം അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ആശീർവദിക്കുന്നു. കർത്താവ്, വാഹനം വാങ്ങാൻ പോകുന്നവരുണ്ട്, വാഹനം ഓടിക്കാൻ പോകുന്നവരുണ്ട്, അവരുടെ താക്കോലുകൾ, അവരുടെ ലൈസൻസ് അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവരെ പോകേണ്ട വഴി നിനക്ക് മുമ്പേ ഞാനൊരു ദൂതനെ അയക്കുമെന്ന് വിളിച്ചത് കർത്താവ് ആ ദൂതനെ അയച്ചു തരികയും നിൻ്റെ വഴികളെ ക്രമപ്പെടുത്തുകയും നീ സുരക്ഷിതമായി തിരിച്ചെത്തുകയും ചെയ്യാൻ ദൈവമായ കർത്താവായിരിക്കും എൻ്റെ ദൈവമെന്ന് കർത്താവ് യാക്കോബിൻ്റെ പ്രാർത്ഥന പോലെ ഈ വഴി യാത്രയിൽ സുരക്ഷിതത്വം ലഭിക്കാൻ പരിശുദ്ധ ദൈവമാതാവിനെ നിങ്ങളുടെ വാഹനത്തെ സഞ്ചരിക്കുന്നവരെയും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വാഹനം ഡ്രൈവ് ചെയ്യുന്നവരെയും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. നിങ്ങളുടെ വലത്തും ഇടത്തും കൂടി പോകുന്ന മറ്റു വാഹനങ്ങളെയും മുമ്പിനും പുറകിലും വരുന്ന മറ്റു വാഹനങ്ങൾ അഭിചാരം ആകസ്മികമായി ഉണ്ടാകുന്ന അപകടങ്ങളെ ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു. Lord Jesus Christ, with the fire finger, soak with the precious blood, Lord, infuse the spirit of power and grace. ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അവിശ്വാസിയായി ജീവിച്ച അപ്പോസ്തലന്മാർ കർത്താവിനുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് കർത്താവ് എന്താ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഇവരെ ഓരോ കൊണ്ട് കുഴി കൊണ്ട് ചാടിച്ചിട്ട് ഇവരവിടെ കിടന്നുകൊണ്ട് ഈ കഴുത്തപ്പം വെള്ളത്തിൽ കിടന്നുകൊണ്ട് കൈയും കാലിട്ട് അടിച്ചാലും കരകയറത്തില്ല. അപ്പോൾ ഒരു ദിവസം അങ്ങനെ കർത്താവിനോട് ചോദിച്ചേ, താവർ മലയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു എപ്പിലെപ്സി വന്ന ഒരു മകൻ വന്നില്ലേ, അവരെ അപ്പോസ്തലന്മാരെ എടുത്ത് അവരെ കൊണ്ടുവന്നിട്ട് ആസ്മാരോഗ്യെ കൊണ്ടുവന്നിട്ട് സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ല. അപ്പം അപ്പോസ്തലന്മാർ വിശ്വാസം ഭയങ്കര വിശ്വാസമുണ്ട്, പക്ഷേ അതിൻ്റെ അകത്ത് മുഴുവനും ഈ അവിശ്വാസമാണ്. ചില ട്യൂബിൽ വരുന്ന സാധനങ്ങളില്ലേ, അതിൻ്റെ പകുതിയെ അതിൻ്റെ അകത്ത് ഇപ്പം എന്തായാലും പകുതിയോ ഉണ്ടാകത്തുള്ളൂ. അതിൻ്റെ അകത്ത് ബാക്കിയെല്ലാം ആ ട്യൂബ് നേരെ ഇരിക്കാൻ വേണ്ടി അവർ ഗ്യാസ് കയറ്റി വിടുന്നതാണ്. അതുപോലെ തന്നെ എനിക്ക് പ്രാർത്ഥനയ്ക്കും വരുന്നൊരു വിഷയം ഇതാണ്. അലമുറയിട്ടൊക്കെ പ്രാർത്ഥിക്കുമെങ്കിലും ആ പ്രാർത്ഥനയുടെ അകത്ത് വിശ്വാസത്തിൻ്റെ കണ്ടന്റ് കുറവായിരിക്കും. അപ്പോസ്തലന്മാർക്ക് ഇങ്ങനെ കുഴപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് ഈശോ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഈശോ ഓരോ പ്രോബ്ലം ഉണ്ടാക്കി കൊടുക്കും അവർക്ക്. നമുക്ക് ഈ പ്രോബ്ലമൊക്കെ ഉണ്ടാകണില്ലേ, നമ്മൾ തോറ്റുപോയാലും ദൈവത്തിന് ലാഭമാണ്. അതുകൊണ്ട് എന്താ വെച്ചാൽ ആ അപസ്മാരോഗ്യം സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ, അവരിവരെ മണ്ണ് കുത്തി കയറിഞ്ഞ് ആപ്പെടുന്ന ആശകോടാലിയായിട്ട് അത് പിരിയണത്. അപ്പോൾ ഇവർ ചമ്മി അടപ്പ് തീർച്ചയായിരുന്നു അപ്പോസ്തലന്മാർ. പിന്നെ ഈശോ പറഞ്ഞ് അവരെ എൻ്റെ അടുത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ അടുത്ത് വന്ന് അവനെ സുഖപ്പെടുത്തി. വീട്ടിലിരുന്നപ്പോൾ അവർ ചോദിച്ചേ, അവർക്കിങ്ങനെ ചോദിച്ചു ഓങ്ങി നിൽക്കിയിരുന്നു, എന്തുകൊണ്ടാണ് ഞങ്ങൾക്കവരെ അവനെ സുഖപ്പെടുത്താൻ കഴിയാതിരുന്നത്?
മത്തായി 17:19-20. അനന്തരം ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? യേശു പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. അത് ഇവർക്ക് അപ്പോസ്തലന്മാരാണെങ്കിലും ബേസിക്കായിട്ട് അല്പവിശ്വാസികളാണ് ഈ കക്ഷികൾ. അത് ഇവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് മേജർ ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടാക്കിയത്. ഈശോ ഉണ്ടാക്കിയ പ്രോബ്ലമാണത്. ഈശോ ഒരു ആബ്സെൻസിൽ താബോർ മലയിലേക്ക് റിട്ടയർ ചെയ്തതിന് ശേഷം സംഭവിക്കുന്ന വിഷയമാണ്. ചില സമയത്ത് ഈശോ നമ്മളോട് ഇങ്ങനെ തന്നെ ചെയ്യും. ഒരാഴ്ചയ്ക്ക് കർത്താവിനെ കുറിച്ച് നമുക്കൊരു ഐഡിയയും കിട്ടത്തില്ല. അയ്യോ ദൈവം നമ്മൾ കൈവിട്ടാ, പ്രാർത്ഥിക്കാൻ തോന്നണില്ല എന്നൊക്കെ പറയും. നിങ്ങൾ ഓർത്തേക്കണം കേട്ടാ. അതായത് അയ്യോ ദൈവം എന്നെ കൈവിട്ടാ, പ്രാർത്ഥിക്കാൻ തോന്നണില്ല എന്നൊക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈനെസ് തോന്നിയ ആ ദിവസങ്ങളിൽ വല്ലാത്ത ഒരു പരാജയം നമുക്ക് സംഭവിക്കും. അത് നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് ആധ്യാത്മികമായ ഒരു വരൾച്ച തോന്നി, പ്രാർത്ഥിക്കാൻ തോന്നണില്ല. ചില സമയത്ത് ചിലക്ക് ദൈവം ഉണ്ടോ എന്ന് പോലും തോന്നും. അത് ആ ഒരു ആബ്സെൻസ് പീരീഡ്, റിട്ടയറിങ് ടൈമാണത്. ഈശോ ഉണ്ട്, പക്ഷെ താബോർ മലയിലേക്ക് പോയിരിക്കുക. അപ്പോഴാണ് ഈ അപസ്മാരൂപയ്ക്ക് വരണതല്ലേ, മനഃപൂർവ്വം ഈശോ കൊണ്ടുവരുന്നതാണത്. അപ്പോസ്തലന്മാർക്ക് പണി കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ്. എന്താ കാര്യം? ഇവന്മാരുടെ ഇവന്മാർ വലിയ മസിൽ പിടിച്ച് ഞങ്ങൾ വിശ്വാസികളാണെന്ന് പറഞ്ഞാൽ നടക്കണത്. പക്ഷെ അവരെ ബോധ്യപ്പെടുത്തണം, നിങ്ങൾ വിശ്വാസം വളർന്നിട്ടില്ല. അതുകൊണ്ട് മേജറായിട്ടുള്ള പ്രോബ്ലം കൊണ്ടുവരും. മേജർ പ്രോബ്ലം കൊണ്ടുവരുന്നത് ആരാണ്? ഈ താബോർ മലയിൽ രൂപാന്തരപ്പെട്ടിരുന്ന സമയത്ത് തന്നെയാണ് ഇവിടെ രൂപാന്തരീകരണം സംഭവിക്കുന്നത്. ഇവർക്ക് രൂപാന്തരീകരണം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. താഴെ നിൽക്കുന്ന 9 പേരുണ്ടല്ലോ അവന്മാർ. അപ്പോൾ തന്നെ അസൂയം പരദൂഷണമൊക്കെ ആവുമല്ല പരിപാടി. ഈ അസൂയയുടെയും പരദൂഷണത്തിൻ്റെ ഇടയ്ക്ക് എന്തുകൊണ്ടാണ് അവന്മാരെ കൊണ്ടുപോയത്? ഇവരെല്ലാം ഒരുമിച്ച് കയറി വന്ന പാർട്ടിയാണല്ലേ 12 പേരും കൂടി. എന്നിട്ട് ഈശോ പറഞ്ഞു നിങ്ങളോട് നിൽക്കാൻ പറഞ്ഞ്. നിൽക്കാൻ പറഞ്ഞില്ലേ നിൽക്കും അവരും കയറി പോയ ഓട്ടോമാറ്റിക് പ്രോസസ്സാണല്ലോ ഈശോ തടുത്ത് കളഞ്ഞത്. ഒരു സ്പോണ്ടേനിയസ് ആൻഡ് ഓട്ടോമാറ്റിക് പ്രോസസ്സല്ലേ. ഇവർ മുഴുവൻ വന്ന് വഴിയിലൂടെ വന്ന് താബോറിലോട്ട് കയറി പോകുന്നു, മലയിലോട്ട് കയറി പോകുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഈ 9 പേര് പുറത്തായത്? മനഃപൂർവ്വം പുറത്ത് നിർത്തിയതാ. പുറത്ത് നിർത്തിയതല്ലേ പ്രശ്നമേ. പേരൊരു സാധനത്തെ വലിച്ചോണ്ട് പോകുന്നു അവിടെ. എന്നിട്ട് ഇവരുമായിട്ട് ഗുസ്തിയാണ് നടത്തി. ഇവർ പരാജയപ്പെട്ട് ആ പിശാച് ബാധനെ അപസ്മാരോഗ്യ ഇവരെ മണ്ണ് കുത്തി കഴിഞ്ഞ് നാറ്റിച്ച് ആ പിശാച് ബാധൻ്റെ അപ്പൻ ഈശോ വന്നപ്പോൾ ഈശോ പറയുമ്പോൾ അയാളുടെ ക്ഷമ കെട്ടുപോയി. അയാൾ പറഞ്ഞ് നിങ്ങൾക്കതിന് ചെയ്യാൻ പറഞ്ഞു. ഇവന്മാരെ കൊണ്ട് ഞാൻ മടുത്ത് അങ്ങേക്ക് വല്ലതും ചെയ്യാൻ പറഞ്ഞ്. വിശ്വാസത്തിൻ്റെ പരാജയം അയാളുടെ കൺതുമ്പി കണ്ടു കഴിഞ്ഞു. ഇവർ വെറുതെ ചുമ്മാ കച്ചക്കെട്ടി എടുത്ത് ക്രിസ്തുവിൻ്റെ ആൾക്കാരാണ് നമ്മൾ നടക്കണമെന്നല്ലാതെ ഒരു കഥയുമില്ല എന്നുള്ളത്. അയാളുടെ ജീവിതാനുഭവമുള്ള ജീവിതപ്രയാസങ്ങൾ വിട്ട് വിഷമിക്കണവൻ ഈ അപ്പോസ്തലന്മാരെ കണ്ടപ്പോൾ അവന് ഒരു പരാജയബോധം തോന്നി. അവസാനം ദൈവത്തോട് പോകാൻ പറഞ്ഞു, ഇനി ദൈവത്തിന് വല്ലതും ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ കർത്താവിന് കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാം സാധിക്കും. അപ്പം തന്നെ എല്ലാത്തിനും ഉത്തരവായി. മർക്കോസ് 9:22-23 എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ. ആ പിശാചുബാധന്റെ ഭസ്മാരോഗിയുടെ അപ്പൻ ചോദിക്കണതാണേ, എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ കർത്താവിന്റെ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ. യേശു പറഞ്ഞു കഴിയുമെങ്കിലെന്നോ. കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഇത് വിശ്വാസത്തിനൊരു പാഠമാണ്. മേജർ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ വിശ്വാസ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഫോർമേഷനാണ് അത് നടക്കുന്നത്. ഫെയ്ത്ത് ഫോർമേഷനാണ്. അപ്പോസ്തലന്മാർക്ക് അപ്പം തന്നെ ഉത്തരം ഇത്തിരി ഡിസേൺ പവർ ഉള്ളവർക്ക് മനസ്സിലാകും. രണ്ടുത്തരം കിട്ടുവാനും എന്താണ്, എന്തുകൊണ്ട് ഇവന്മാരുടെ പ്രശ്നം എന്തുകൊണ്ടാണ് ഞങ്ങളെ താബോറിലോട്ട് കൊണ്ടുപോകാതിരുന്നത്? അതായത് 12 ശിഷ്യന്മാരിൽ താബോറിലേക്ക് കൊണ്ടുപോയ 3 പേര്. പിന്നെ അതിൽ നിന്ന് പിന്നീട് ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ടാണ് സ്പിരിച്വാലിറ്റി മുന്നോട്ട് പോകുമ്പോൾ താബോറിലെ 3 പേരെ കഴിഞ്ഞിട്ടു പിന്നെ 9 പേരാണ് താഴെ നിൽക്കുന്നത്.
ഈ 9 പേര് പിന്നീട് മർക്കോസ് ഓടിപ്പോവും. അതുപോലെ തന്നെ യൂദാസ് സെൽഫ് ഗോൾ അടിച്ച് സ്വന്തമായിട്ട് എഴുന്നേറ്റ് പോകും. യൂദാസിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം അതാണ്. ദോഷമായിട്ടാണ് ബൈബിളിൽ നമുക്ക് മനസ്സിലാകണമെങ്കിലും അയാൾ സ്വന്തമായൊരു തീരുമാനമെടുത്തു. ഇനി സഭയിൽ നിൽക്കണത് ശരിയല്ല. തന്നെപ്പോൾ ഒരാൾ സഭയെ തുടർന്നു കഴിഞ്ഞാൽ അത് ഒരു സത്യകേടായ കാര്യമാണ് എന്ന് മനസ്സിലാകും. ഇന്നിപ്പോൾ വരുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു സംഭവമാണ്. എന്നുവെച്ചാൽ എപ്പോഴും ഇതിന് നമ്മൾ മറുപടി പറയണം. സത്യസന്ധമായിട്ടാണോ? യൂദാസിൻ്റെ ഒരു സത്യസന്ധതയെങ്കിലും നമ്മൾ കാണിച്ചില്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയായിരിക്കും. അയാൾ ആ കാര്യത്തിൽ സത്യസന്ധനാണെന്ന്. അയാളുടെ ഒരു മാനസികാവസ്ഥയും മാനസിക രോഗത്തിൻ്റെ ചിലർക്ക് ദുഃഖം താങ്ങാൻ പറ്റാതെ വരുമ്പോൾ ചില ആൾക്കാർ പെട്ടെന്ന് ഇങ്ങനെ വൈകാരികമായിട്ട് പ്രതികരിച്ചു പോകുന്നില്ലേ? അങ്ങനെ ഒരു പ്രതികരണമാണ് എടുത്തത് അയാൾ. പക്ഷേ ദൈവപുത്രനെ ഒറ്റിക്കൊടുക്കണ കൊണ്ട് അവൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നെന്ന് ഈശോ പറഞ്ഞിരിക്കണതാണ്. നമുക്ക് മറിച്ചൊന്നും പറയാനോ ഇപ്പോൾ അവിടെ വകുപ്പില്ല. മറിച്ച് സങ്കല്പത്തിനൊന്നും അവിടെ വകുപ്പില്ല. പക്ഷേ ഒരു കാര്യം അവൻ ചെയ്തിരിക്കണത്, അവൻ പിന്നെ അവിടെ ഇരുന്നില്ല. അത് വലിയൊരു നല്ല പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കേട്ടോ. കാര്യം പലരുടെയും പ്രശ്നം എന്തുകൊണ്ടാണ്? അവരവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ലേ പ്രശ്നം. ദൈവത്തിനും സഭയ്ക്കും മനുഷ്യനും നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തിട്ടും അവരവിടെ ഇരിക്കുന്നു, അതാണ് പ്രശ്നം. അത് യൂദാസ് അത്രയും ചെയ്തിട്ടില്ലേ? ഞാനങ്ങനെ പറയണതുകൊണ്ട് ഇതിൻ്റെ നിങ്ങൾ വിവാദമാക്കരുത്. പക്ഷേ അതൊരു സത്യസന്ധത അല്ലേ ശരിക്കും പറഞ്ഞാൽ? ഉടമ്പടി പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ സമർപ്പിച്ച് കഴിയുമ്പോൾ എൻ്റെ മക്കൾക്ക് കുറച്ച് ആന്തരികമായ ബോധ്യങ്ങളുണ്ടായാൽ പെട്ടെന്ന് നമ്മുടെ വിഷയത്തിൻ്റെ മേൽ ദൈവം തീരുമാനമെടുക്കും. എപ്പോഴും നമ്മുടെ അറിവിൻ്റെ എപ്പോഴും ഓർക്കണം, എല്ലാ അനുഭവങ്ങളും അതിശയങ്ങളും അറിവിന് ആനുപാതികമായിരിക്കും. അതുകൊണ്ടാണ് ഈ പ്രസംഗങ്ങൾ കേൾക്കണമെന്ന് പറയണത്. പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ എന്ത് പറ്റും? കർത്താവിൻ്റെ വചനം വ്യാഖ്യാനിക്കപ്പെടും. അപ്പോൾ നമുക്ക് ആന്തരികമായ ബോധ്യം കിട്ടും. കർത്താവിനെക്കുറിച്ച് കൂടുതൽ അറിവ് ലഭിക്കും. നിൻ്റെ വിഷയം കുറച്ചുകൂടി സങ്കീർണമാണെങ്കിൽ ഞാൻ പറയും, നീ കുറച്ചുകൂടി സങ്കീർണമായിട്ട് കർത്താവിനെ അറിയണമെന്ന് പറയും. നിൻ്റെ വിഷയം കൂടുതൽ സങ്കീർണമാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന മാർഗം എന്താ? നമ്മൾ സങ്കീർണമായിട്ട് കുറച്ചുകൂടി കർത്താവിനെ ആഴമായിട്ട് അറിയാൻ പരിശ്രമിക്കും. കാര്യം കർത്താവിനെ കണ്ടുമുട്ടിയവരെ കർത്താവിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ കുറച്ചുകൂടി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വ്യക്തത കിട്ടും. എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ടൊരു വാക്ക് മർക്കോസിൻ്റെ സുവിശേഷമാണ്. ഇതിലെ ഈ ബർത്തിമേവുസ് എന്ന് പറയുന്നൊരു അന്ധനില്ലേ, 2 അന്ധന്മാരുടെ കർത്താവ് ഏതാണ്ട് ഒരുപോലെ സംസാരിക്കണ കേൾക്കാം. ഒന്ന് ജെറിക്കോയിൽ വെച്ച് 2 അന്ധന്മാരെ കർത്താവ് കാണും. ജെറിക്കോയിൽ വെച്ച് പിന്നെ ജെറിക്കോയിൽ നിന്ന് ഈശോ പുറത്തേക്ക് വരുമ്പോഴും ഒരു അന്ധനെ കാണും. എന്താ ഈ ജെറിക്കോയിൽ അന്ധന്മാരെല്ലാം കോളനി അടിച്ച് താമസിക്കണമെന്ന് അറിയത്തില്ല. പണ്ട് ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് എങ്ങോട്ടാണ് പോയത്? വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് ആ മനുഷ്യൻ പോകുകയാണ്. കർത്താവിനെ അറിയേണ്ടതുപോലെ
അറിയണം എന്നുള്ള ഒരു സൂചനയാണ് ഈ അന്ധന്മാരുടെ ഡയലോഗിൽ നിന്ന് സുവിശേഷം ഉദ്ദേശിക്കുന്നത്. കാരണം ഈ 3 അന്ധന്മാരെ ഏതാണ്ട് ഒരുപോലെയാണ് സംസാരിക്കുന്നത്. എന്താണ്? കർത്താവിനെ കാണുമ്പോൾ കർത്താവ് ബർത്തിമേവൂസിനോട് ചോദിക്കും, എന്താണ്? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ബർത്തിമേവൂസിനെ ഈശോ കാണുന്നത് ജെറിക്കോയിൽ നിന്ന്, ആ ഗ്രാമത്തിൽ നിന്ന് കർത്താവ് പുറത്തേക്ക് വരുമ്പോഴാണ് ഈ അന്ധനെ ബർത്തിമേവൂസിനെ കാണുന്നത്. ഗ്രാമത്തിലായിരിക്കുമ്പോഴും കർത്താവ് 2 അന്ധന്മാരെ കണ്ടായിരുന്നു. അവരോടും കർത്താവ് ചോദിച്ചത് സെയിം ക്വസ്റ്റ്യനാണ്. അന്ധന്മാരോടൊക്കെ കർത്താവ് ചോദിക്കുന്ന ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനുണ്ട്. എന്താണ്? ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾക്ക് വല്ല ഐഡിയയും ഉണ്ടോ എന്ന്. കർത്താവിനെക്കുറിച്ച് ഐഡിയ ഇല്ലാത്ത ആൾക്കാരാണ് അന്ധന്മാരെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മർക്കോസ് 10:51 ബർത്തിമേവൂസിനോട് കർത്താവ് ചോദിക്കണത്. ബർത്തിമേവൂസ് അന്ധനാണ്. എന്താണ് ചോദിക്കണത്? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ആ സെയിം സ്ഥലങ്ങളിൽ തന്നെ വെച്ചാണ് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 10:20-32 മത്തായി ശ്ലീഹ 20:32 സെയിം ക്വസ്റ്റ്യനാണ്. ഞാൻ നിങ്ങളെ പതുക്കെ ആ വിഷയത്തിൽ തന്നെ ഒന്ന് ധ്യാനിപ്പിക്കുക. കാരണം എനിക്ക് ഇന്നലെയാണ് കർത്താവ് ഈ മെസ്സേജ് തന്നത്. ഇന്നലത്തെ പ്രാർത്ഥനയിലാണ് എനിക്ക് ഈ മെസ്സേജ് ഏറെക്കുറെ, ഞാൻ എപ്പോഴും അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച പോർത്തു എന്തുകൊണ്ടാണ് സെയിം ക്വസ്റ്റ്യൻ അന്ധന്മാരോട് ചോദിക്കണമെന്ന്. അന്ധന്മാരോട് ചോദിക്കാൻ പറ്റിയ ദൈവത്തിൻ്റെ ഒരു ചോദ്യമാണത്. ആ ചോദ്യത്തിന് ഉത്തരം നമുക്ക് വ്യക്തത കിട്ടാത്തിടത്തോളം കാലം ദൈവ തിരുസന്നിധിയിൽ നമ്മൾ അന്ധന്മാരായിട്ട് തുടരും. പറഞ്ഞ മനസ്സിലായില്ലേ? 2 അന്ധന്മാരോടും 3 അന്ധന്മാരോടും ഈശോ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 20:32 20:32 2 അന്ധന്മാരോട് ജെറിക്കോയിൽ വെച്ച് കർത്താവ് ചോദിക്കുന്നു. എന്താ ചോദിക്കണത്? ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണമെന്നാണ് വരുമ്പോൾ ബർത്തിമേവൂസ് എന്ന അന്ധനോട് കർത്താവ് ചോദിക്കണത്. അത് 10:51 മർക്കോസിൻ്റെ സുവിശേഷം. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കണത്? സുവിശേഷം ഭയങ്കരമായ ഒരു ജ്ഞാനഗ്രന്ഥമാണ്. ഇപ്പോൾ എത്രയോ വർഷമായി, ഞാനേതാണ്ട് 75 മുതൽ ആണ് എനിക്ക് സുവിശേഷം പരിചയം കിട്ടിയത്. അന്ന് മുതൽ ഇന്ന് വരെ വായിച്ചിട്ട് ഇന്നലെ അല്ലേ ഈ ചോദ്യത്തിൻ്റെ സാധർമ്മ്യം പിടികിട്ടണത്. എത്ര വർഷമായി? 75 പോയിട്ട് 44 വർഷം കഴിഞ്ഞിട്ടല്ലേ ബൈബിൾ വായിക്കാൻ തുടങ്ങി. 44 വർഷം കഴിഞ്ഞിട്ടാണ് ഈ 2 അന്ധന്മാരോട് സെയിം ക്വസ്റ്റ്യനാണ് കർത്താവ് ചോദിച്ചതെന്നുള്ള തിരിച്ചറിവ് കിട്ടുന്നത്. എന്തുകൊണ്ടാണ്? അതാണ് ആ ചോദ്യം. അതായത് എൻ്റെ മക്കൾക്ക് ഇപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. OIT-കാരൊക്കെ ഇങ്ങനെ മാർച്ച് ചെയ്ത് വന്ന് സാക്ഷ്യം പറയുന്ന സ്ഥലമാണ് അല്ലേ? ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ IELTS-കാരും OIT-കാരും ഇപ്പോൾ ചില പ്രവചന പ്രഘോഷകരൊക്കെ സോഷ്യൽ മീഡിയയിൽ കർത്താവിന് ഇപ്പോഴത്തെ പരിപാടി IELTS പാസ്സാക്കുകയാണ്. കർത്താവിനങ്ങനെ പല പരിപാടികളുണ്ട്. മീനില്ലാത്ത സ്ഥലത്ത് മീനുണ്ടാക്കി കൊടുക്കുക, അപ്പമില്ലാത്ത സ്ഥലത്ത് അപ്പം വർദ്ധിപ്പിച്ച് കൊടുക്കുക, കല്യാണത്തിന് വീഞ്ഞില്ലാത്ത സ്ഥലത്ത് വീഞ്ഞുണ്ടാക്കി കൊടുക്കുക, മനുഷ്യനെ അതാത് കാലങ്ങളിൽ നിലനിർത്തുക ദൈവത്തിൻ്റെ ബാധ്യതയാണ്. കൈയിടിച്ച് കർത്താവ് ഉടമ്പടി ശരിക്കും മനുഷ്യൻ്റെ
ഭൗതിക സമ്മർദ്ദത്തിനുള്ള ദൈവത്തിൻ്റെ സമാശ്വാസ നടപടിയാണ്. അതുകൊണ്ടാണ് ഉടമ്പടിയെക്കുറിച്ച് കുറച്ച് ബോധം ഉണ്ടാകണം നല്ലതാണ്. കാര്യം ഉടമ്പടി നമ്മളുടെ എന്ത് ഉടമ്പടിയാണ്? മരിയൻ ഉടമ്പടിയാണ്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോഴേ അമ്മമാതാവിനോട് ഈശോ പറയും, അതെനിക്ക് നിനക്കും എന്ത്, എൻ്റെ സമയം ഇനി ആയിട്ടില്ല. ആകാത്ത സമയമാക്കിയെടുക്കാൻ, നടക്കാത്ത കാര്യം നടത്തിയെടുക്കാൻ അമ്മയുടെ ബോധജ്ഞാനത്തെ തെളിഞ്ഞ് ദൈവം കൊടുത്ത ഒരു മാർഗമാണ്. എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. അവൻ പറയണ 6 കാര്യങ്ങൾ 3 മാസം കൂടുമ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ, എനിക്കറിയാമോ, ഇന്നൊക്കെ ഒരു ചാവറ അച്ഛനാകാനോ അൽഫോൻസ് ആകാനോ ഒരു ജന്മം ജീവിക്കേണ്ട കാര്യമില്ല. 5 മാസം ജീവിച്ചാൽ മതി. ഇന്നൊരു വിശുദ്ധ ചാവറ അച്ഛനാകാനോ ഒരു അൽഫോൻസമ്മയാകാനോ നമ്മളൊരു ജന്മം ഇവിടെ ജീവിക്കേണ്ട കാര്യമില്ല. ഈ ഉടമ്പടി പ്രോസസ്സിലൂടെ ഇപ്പം നമുക്കറിയാമല്ലോ 6 കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു ഇല്ലേ, ഒരു 3 മാസം കൊണ്ട്. അടുത്ത 3 മാസം കഴിയുമ്പോൾ ഉടമ്പടി പുതുക്കുന്നു. അപ്പോൾ വേറെ 6 കാര്യങ്ങളാണ് നമ്മൾ ഏറ്റെടുക്കുക ചെയ്യാൻ പോണത് ഇല്ലേ, വേറെ 6 കാര്യങ്ങളാണ്. ഇപ്പം ഇപ്പോൾ ആദ്യത്തെ അവൻ പറയണതനുസരിച്ച് കൊണ്ട് ഈ ആദ്യത്തെ 3 മാസം 90 ദിവസം ഉടമ്പടിയുടെ 1-ാം ഘട്ടം. അപ്പോഴും നമ്മൾ രോഗികളെ അവരെ ചികിത്സിച്ചു, അവരെ ശുശ്രൂഷിച്ചു. അപ്പോൾ നമ്മൾ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുത്തു എന്നുണ്ടെങ്കിൽ ആ 90-ൻ്റെ 1-ാം ഘട്ടം കഴിയുമ്പോൾ 2-ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഇന്നലെ ഒരു ഉടമ്പടി എടുത്ത് ഒരു മഹാവിപത്തിൽ നിന്ന് ഏതാണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ട ഒരു ഭാര്യയും ഭർത്താവും പറഞ്ഞു, അച്ഛാ ആരെങ്കിലും പാവത്തെങ്കിലും 1-2 പെൺകുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പറഞ്ഞേക്കണേ, ഞങ്ങളവിടെ കല്യാണത്തിന് സഹായിച്ചോളാമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ ഈ സംഭവം ഏറ്റെടുത്തു. പക്ഷെ നീതിയായിട്ട് ചെയ്യണ്ടേ, പാവത്തങ്ങളായിരിക്കണം. അപ്പോൾ ഉടമ്പടി 2-ാം ഘട്ടം വന്നപ്പോൾ എന്ത് പറ്റണം? അവർ പാവപ്പെട്ടവരുടെ കല്യാണത്തിന് സഹായിക്കാവുന്ന വലിയ കാര്യങ്ങളാണ് ഏറ്റെടുക്കുന്നത്. അപ്പം അങ്ങനെ ഉടമ്പടി 3-ാം ഘട്ടം കഴിയുമ്പോഴും നീ പഴയതുപോലെ ചൊറിയും കുത്തി ചൊരിക്ക് കൊണ്ടുപോയി ഡെറ്റോളം തേച്ചിരിക്കരുത്. നിൻ്റെ ഘടന വ്യത്യാസപ്പെടുത്തണം. ഉടമ്പടി 3-ാം ഘട്ടം വരുമ്പോൾ നിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഗ്രാവിറ്റി വർദ്ധിപ്പിക്കണം. ഉടമ്പടി 4-ാം ഘട്ടം നീല പേപ്പർ എന്നൊക്കെ പറയുമ്പോൾ നീ ജീവിക്കുന്നൊരു വിശുദ്ധയായിട്ട് മാറണമെന്നാണ് ഉടമ്പടി ഉദ്ദേശിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കാര്യം ഇതുപോലെ മനുഷ്യനെ വളരെ പദ്ധതി പ്രകാരം കൃപയിൽ വളർത്തുന്ന ഒരു അത്ഭുതകരമായ പ്രാർത്ഥനാ പദ്ധതി എന്തിൻ്റെ ഭാഗമാണ് നിങ്ങൾക്കറിയാവോ? സത്യമായിട്ടും അമ്മ പ്രത്യക്ഷപ്പെടാൻ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയതാണത്. കാര്യം ആ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്ന ആരാ കണ്ടത്? ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനിയിപ്പം നിങ്ങളൊക്കെ കാണുമായിരിക്കും. കാര്യം അങ്ങനെയല്ലേ ഇത് അവസാനിക്കത്തുള്ളൂ. ഇപ്പം വിടാന്തോറൊക്കെ ആൾക്കാർ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഇല്ല. ഇപ്പം എത്രേണ്ട 10-12 സാക്ഷ്യമായി. കൃപാസന അമ്മയെ എൻ്റെ മുറിയിൽ ഞാൻ കണ്ടുവെന്നും പറഞ്ഞ് സാക്ഷ്യം പറയുന്നവർ അതിന് കൂടി വരികയുള്ളൂ. പക്ഷേ നമ്മൾ ഉടമ്പടി വരുന്ന സാക്ഷ്യങ്ങൾ എന്താ? അച്ഛൻ മാത്രം കണ്ടതുകൊണ്ട് സാഹചര്യ തെളിവുകളിൽ ഇവിടെ മഹാസംഭവം നടന്നു എന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടുന്നത് എങ്ങനെയാണ്? അതിന് സ്ട്രാറ്റജിക്കായിട്ടുള്ള പുതിയ പ്രാർത്ഥന തന്നിട്ട് വലിയ സംഭവങ്ങൾ. ഞാൻ എപ്പോഴും ഈ മഹാസംഭവങ്ങൾ കൃപാസനത്തിലെ അത്ഭുതങ്ങൾ നടന്നിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാര്യം അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സംഭവിക്കുമ്പോൾ അതിന് ആനുപാതികമായിട്ടുള്ള അത്ഭുതങ്ങൾ നടന്നിട്ടില്ല. കിഡ്നി വരെ ഇല്ലാത്തവർക്ക് ഒരു പ്രാർത്ഥന കഴിയുമ്പോൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ വേറെ ഇല്ലാത്ത കിഡ്നി, ഒരു കിഡ്നിയെ ഉള്ളെങ്കിൽ വേറെ കിഡ്നി അവിടെ രൂപപ്പെട്ട് വന്നതായിട്ട് ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലും അമ്മ പ്രത്യക്ഷപ്പെട്ടോടെ നോക്കുമ്പോൾ ആ സാക്ഷ്യങ്ങൾ പോരാ. ശരിക്കും ഒത്തിരി പ്രതീക്ഷയാണ് നമുക്കുള്ളത് ഉടമ്പടിയിൽ.
കാര്യം ഈ കാലങ്ങളിലെല്ലാം മനുഷ്യനെ ഒരേ സമയം തന്നെ അത്ഭുതത്തിൽ ഇങ്ങനെ വിസ്മയിപ്പിച്ച് നടത്തുകയല്ല ചെയ്യണത്. വ്യക്തിയെ ദൈവ പൈതലായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. വിശുദ്ധിയിലും വിശുദ്ധീകരണത്തിനുള്ള വ്രതപ്രാർത്ഥനയല്ലേ. അതിൽ നോഹിൻ്റെ കാലം മുതൽ വെളിപ്പാടിൻ്റെ കാലം വരെയുള്ള ദൈവ വെളിപാടുകളെല്ലാം കൊരുത്ത് ഒരു വലിയ സ്വർഗീയ പദ്ധതിയായിട്ടാണ് ഉടമ്പടി നമ്മുടെ ജീവിതത്തിൽ വരദാനമായി മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥികർത്താവായ ദൈവമേ, ഉടമ്പടി വരദാനങ്ങളിലൂടെ എൻ്റെ ആത്മാവിൻ്റെ വീര്യശക്തിയെ പ്രബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ അനുഭവങ്ങൾ ആനുപാതികമായിട്ട് വളരണതിന് എന്താണൊരു അടിസ്ഥാന മാർഗം? നമ്മുടെ ദൈവാനുഭവങ്ങൾ ആനുപാതികമായിട്ട് വളരുന്നതിന് വേണ്ടിയുള്ള അടിസ്ഥാന മാർഗം എന്താണ്? ഈശോയെക്കുറിച്ചുള്ള അറിവുകളും ആനുപാതികമായിട്ട് വളരുകയാണ് ചെയ്യേണ്ടത്. ഈശോയെക്കുറിച്ചുള്ള അറിവുകൾ, അതാണ് ഈ അന്ധന്മാരോട് ഈശോ ചോദിക്കണത്. അന്ധന്മാരോട് മാത്രം എന്താ ചോദിക്കണത്? അതാണ് ചോദ്യം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ എന്ത് ചോദിച്ചാലും എനിക്ക് ചെയ്തു തരാൻ കഴിയുമെന്നല്ലേ എൻ്റെ അർത്ഥം? മനസ്സിലായില്ലേ? ഇപ്പോൾ ജെറിക്കോയിലെ രണ്ടന്ധന്മാരോടും ജെറിക്കോയുടെ പുറത്ത് ബർത്തിമേയോസിനോടും കർത്താവ് ചോദിക്കണ ഒരേ ഒരു ചോദ്യമാണ്. എന്താണ്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ എന്താഗ്രഹിച്ചാലും, പറഞ്ഞേ, ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങൾ എന്താഗ്രഹിച്ചാലും എനിക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയും. കൈയടിച്ച് കർത്താവ്. അപ്പോൾ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 20-ാം അധ്യായം 32-ാം വാക്യം മറന്നു പോകരുത്. രണ്ടന്ധരോട് കർത്താവ് ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ മർക്കോസ് എൻ്റെ 10-ാം അധ്യായം 51-ാം വാക്യവും മറന്നു പോകരുത്. രണ്ടും ഒറ്റ ചോദ്യമാണ്. രണ്ടും അന്ധരോട് ചോദിക്കുന്നതാണ്. എന്താണ്? ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ എന്താഗ്രഹിച്ചാലും എനിക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയും. എനിക്ക് ഇന്നത്തെ സാക്ഷ്യങ്ങളിൽ ഭയങ്കര വലിയ സാക്ഷ്യങ്ങൾ നടന്ന ദിവസമാണെന്ന്. എങ്കിലും എൻ്റെ ഹൃദയത്തെ തൊട്ട ഒരു സാക്ഷ്യം അല്ല. അതായത് എനിക്ക് ആദ്യത്തെ സാക്ഷ്യമില്ലേ, എന്നാ സാക്ഷ്യം? ഈ ഞങ്ങളുടെ വീട്ടിൽ കുറേ അരിച്ചാക്കുകളൊക്കെ ഇട്ട് കച്ചവടം നടത്തിയവരാണ് ഞങ്ങൾ. അവസാനം 1 കിലോ അരി വാങ്ങിക്കാൻ പോലും ഞങ്ങൾക്ക് പാടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അവർ ഇനിയും കർത്താവ് അനുഗ്രഹിക്കും. എന്താ കാര്യം എന്നറിയാമോ? ഈ നാട്ടുകാരുടെ മുമ്പിൽ വന്ന് അവരുടെ എളിമയോടെ അവിടെ അവസ്ഥകൾ പറഞ്ഞ കേട്ടെ എന്ത് ഹൃദ്യമാണ് കേൾക്കാൻ. നമുക്ക് ഫീൽ ചെയ്യും അത് പറയുമ്പോൾ. അവരത് സത്യസന്ധമായിട്ട് പറയണതാണ്. കാര്യം നമ്മൾ എളിമയോടെയും വിനയത്തോടെയും കർത്താവിൻ്റെ തിരുസന്നിധിയിലും ദൈവജനത്തിൻ്റെ മുമ്പിലും നമ്മുടെ വിശ്വാസം ഏറ്റു പറയുമ്പോൾ ഈ എളിമ എന്ന് പറയുന്നത് വല്ലാത്ത ഒരു സംഭവമാണ് ബൈബിളിൽ. ഇപ്പം യാക്കോബ് 4:4 പറയണില്ലേ, 4:6 കർത്താവ് എളിമയുള്ളവന് കൃപ കൊടുക്കും. എളിമയുള്ളവന് കൃപ കൊടുക്കും. എളിമ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് അപ്പോൾ എനിക്കങ്ങനെയാണ് ആ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. എന്നിട്ട് ഇവരെ എന്നാ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒന്നുമില്ല, 0 ആയിപ്പോയി. അതെ, ഒരുമാതിരിപ്പെട്ട ജീവിക്കാൻ പച്ചപ്പുണ്ടായ ആൾക്കാർ പിന്നെ 0 ആയിക്കഴിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് വല്ലാത്ത പെയിൻഫുള്ളാണ്. അത്യാവശ്യം മര്യാദ ജീവിച്ചിട്ടതിന് ശേഷമേ എല്ലാം തകർന്ന് തരിപ്പണമായിട്ട് പിന്നെ 0 വരുമ്പോഴേ നമുക്ക് പിടിവിട്ട് പോകും. നമ്മുടെ അത്ര ഒരു സാക്ഷ്യമാണ്. പിന്നെ അങ്ങനെ പിടിവിട്ട് പോകുമ്പോൾ അവരുടെ പിടി എന്താ? ആരോ കൂട്ടുകാരികൾ പറഞ്ഞു കൃപാസനത്തിൽ മാതാവുണ്ട്, അവിടെ വന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സമാധാനം ഉണ്ടാകും. അപ്പം അവർ ഇല്ലാത്ത അപ്പം ആ ചട്ടായി അവസാനം
ലോട്ടറി ടിക്കറ്റ് വാങ്ങിച്ച് നിരത്തിപ്പോയിരിക്കുന്ന ഒരു കാഴ്ചയില്ലേ ഇല്ലേ? അപ്പം ആദ്യമേ ആ ബിസിനസ്സാണെങ്കിൽ കുഴപ്പമില്ല. ഇവർ കുറേ വലിയ കച്ചവടമൊക്കെ ചെയ്തിട്ടാണ് അവസാനം കുറഞ്ഞ് വന്ന അവസാനം തെരുവിലായിപ്പോയി. അപ്പം അത് അപ്പോഴേ വൈഫ് എന്ന രീതിയിൽ അവർ അത്ര ചെറുപ്പമല്ലേ അവർക്കും കുഞ്ഞിനും അത് അപ്പായി ഇങ്ങനെ ലോട്ടറി ടിക്കറ്റും കൊണ്ട് ഇത്രയൊക്കെ നന്നായിട്ട് ജീവിച്ചിട്ട് അവസാനം എല്ലാം തേച്ച് മുടിഞ്ഞ് കഴുകിപ്പോയി അവസാനം നിരത്തിൽ പോകുമ്പോൾ സങ്കടമുണ്ട്. അങ്ങനെ സങ്കടത്തിൻ്റെ തീരത്ത് ഇരിക്കുന്ന സമയത്താണ് അവരെ വിളിക്കണത്. ആര്? കൃപാസനത്തിലെ അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ടെന്നും പറഞ്ഞ് വിളിക്കുക. ഇപ്പം പയ്യാവൂരിന്നൊക്കെ അമ്മ കണ്ണൂരിന്ന് അവർ പറഞ്ഞിട്ടില്ലേ, എൻ്റെ വീട് കണ്ണൂരിന്ന് പിന്നെയും അകലെയാണ്, പയ്യാവൂരാണെന്നൊക്കെ പറയണില്ലേ, 50 കിലോമീറ്റർ പിന്നെ അകലെയാണെന്നാണ് പറയണത്. അവിടെ നിന്നാണ് 7 മാസം അടുപ്പിച്ച് മുടങ്ങാതെ വരണത്. എന്തിനാ വരണത്? അവിടെ ഉള്ളിൽ കർത്താവ് ഒരു ബോധ്യം കൊടുത്തിട്ടുണ്ട്. എങ്ങനെയായാലും 3-4 രൂപയെങ്കിലും ചിലവാകും അവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ. അവർക്ക് ഉള്ളിലൊരു ബോധ്യം കൊടുത്തിട്ടുണ്ട്, കർത്താവ് എന്നെ പരീക്ഷയുടെ കാലം കഴിയുമ്പോൾ എൻ്റെ വിശ്വാസത്തിന് കർത്താവ് മറുപടി പറയുമെന്ന്. ദൈവപൈതലേ, എൻ്റെയും നിൻ്റെയും പരീക്ഷയുടെ കാലം കഴിയുമ്പോൾ കർത്താവ് നമ്മുടെ വിശ്വാസത്തിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ കർത്താവ് ഉയർത്തന്നിട്ടില്ലെന്ന് എൻ്റെ അർത്ഥം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്താ കാര്യമെന്നറിയാവോ? ദൈവത്തിൻ്റെ സത്യസന്ധതയിലാണ് നമ്മൾ വിശ്വസിക്കണത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈ കണ്ട സാക്ഷ്യങ്ങളെല്ലാം ആൾക്കാർ പറയണത് എന്താ? അവിടെ വിശ്വാസത്തിന് ദൈവം കൊടുത്ത മറുപടിയാണ്. അവിടെ വിശ്വാസത്തിന് ഇപ്പോൾ കണ്ണൂർക്കാരത്തിൽ എന്താ പറഞ്ഞത്? എൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം പയ്യാവൂരെ ചേച്ചി സഹോദരി എന്നാ പറഞ്ഞത്? എൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ആരാണ്ട് കൃപാസനം പത്രവും തിന്ന് ദോശ ചേർട്ട് തിന്നെന്ന് കേട്ടപ്പോൾ കുറേ ആൾക്കാർ ഉൾവലിഞ്ഞെന്ന് പറഞ്ഞു അല്ലേ? അതിൽ ഇല്ലേ? ആ സാക്ഷിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. എന്താ കാര്യം എന്നറിയാമോ? അത് വെറുതെ പിശാചം ഉണ്ടാക്കിയൊരു സാധനം. അങ്ങനെ സംഭവം നടന്നിട്ടില്ല. ഞങ്ങൾ ഈ അരൂര് മുതൽ ഇവിടെ ആലപ്പുഴ വരെയുള്ള എല്ലാ ആശുപത്രികളിലും വിവരാവകാശ പ്രകാരം കത്ത് കൊടുത്തിരിക്കുകയാണ് ഈ രോഗിനെ എവിടെ അഡ്മിറ്റ് ചെയ്തെന്നറിയാൻ വേണ്ടി. ഒരു മനുഷ്യനെ പോലും അഡ്മിറ്റ് ചെയ്തിട്ടില്ല. അങ്ങനൊരു അമ്മയുമില്ല, അങ്ങനൊരു കുഞ്ഞുമില്ല. വെറുതെ ഒരു അപ്പോൾ ചിലർ പറഞ്ഞ് ഇത്തരം അസംബന്ധം പറഞ്ഞ് പരത്തിയിൽ കേസ് കൊടുക്കാൻ പറഞ്ഞു. കേസ് കൊടുത്തിട്ടുണ്ട്. എവിടെയാണെന്നറിയാവോ? ദിബിഡ. അത് പറയേണ്ട പാട്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇതൊന്നും മാനുഷ്യമായി കൈകാര്യം ചെയ്യണ വിഷയമല്ല. പിശാച് മനുഷ്യരുടെ രക്ഷയെ അട്ടിമറിക്കുമ്പോൾ അതിന് കൊണ്ടുപോയി വല്ല പോലീസുകാർക്കും പരാതി കൊടുത്ത് എന്നാ കാണിക്കാനാ? പിശാച് ആത്മരക്ഷയെ അട്ടിമറിക്കുകയല്ലേ? അട്ടിമറിക്കുമ്പോൾ പിശാചിൻ്റെ തല തകർത്താവുള്ള അടുത്താണ് നമ്മൾ പരാതി പറയണത്. അത് കൃപാസനം പറഞ്ഞിട്ടുണ്ട്. ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പോൾ 2.5 മാസം, ഏപ്രിൽ മാസം ചെയ്ത ഉടമ്പടിയാണത്. 2.5 മാസം കാത്തിരുന്നപ്പോൾ ജൂലൈ മാസം വരെ കാത്തിരുന്നു. അപ്പോഴെന്നാ ചെയ്തത്? ഒരു ചേട്ടായി ഒരു കട കൊടുക്കാമെന്ന് പറഞ്ഞു. അതന്നെ സാക്ഷ്യം അല്ലേ? അവർ കച്ചവടം അറിയാവുന്ന കൊണ്ട് ഒരു ചേട്ടായി കട കൊടുക്കാമെന്ന് പറഞ്ഞു. 7,000 രൂപയുടെ വാടക കട 2,500 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. കടയെടുത്തപ്പോൾ എന്നാ പറ്റിയിരിക്കണത്? കടയിൽ സാധനങ്ങൾ വാങ്ങിച്ചു വെക്കാൻ കാശില്ല. പിന്നെ എന്താ ചെയ്യണത്? വന്ന് ഉടമ്പടി പുതുക്കും. പിന്നെ ചെയ്ത പരിപാടി എന്താണ്? ഉടമ്പടി പുതുക്കിയിട്ട് അമ്മയോട് പറയും, അമ്മേ കട കിട്ടിയതിന് നന്ദി പറയണം, പക്ഷേ കാലണ അതിൻ്റെ സാധനം വാങ്ങിച്ചു വെക്കാനില്ല എന്ന് പറയും. ഉടമ്പടി പുതുക്കി ചെല്ലുമ്പോൾ ആദ്യം ഫോൺ വിളിച്ച ആൾ തന്നെ പറയും, നിങ്ങൾക്ക് എത്ര രൂപ വേണമെന്ന് ചോദിക്കും. ദാറ്റ് മീൻസ് എന്താണ്? അമ്മയുടെ കയ്യിൽ ഇതെല്ലാം ഉണ്ട്. നിങ്ങളെ കൂട്ടുകാരതാണ് തന്നത്, അളിയനാണ് തന്നത്, അയൽവാസിയാണ് തന്നത് എന്നൊന്നും പറയണ്ട. ഇതെല്ലാം അമ്മ നിങ്ങൾക്ക് കൈ കിട്ടാൻ പറ്റുന്ന രീതിയിൽ ഓരോരുത്തർ കൊടുത്ത് വെച്ചേക്കണതാണ്. അവരെ നിങ്ങൾ വിളിക്കാൻ പറയുമ്പോൾ നിങ്ങൾ വിളിക്കുന്നു. നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തരപ്പെടുത്തി തരും.
അപ്പോൾ എപ്പോഴും നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താ വെച്ചാൽ അവിടെയിലുണ്ട് ഇവിടെ കയ്യിലുണ്ടെന്ന് തിരിക്കരുത്. അമ്മയുടെ കയ്യിലുണ്ട്. ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്നത് അമ്മയുടെ മധ്യസ്ഥത്തിലാണ്. അമ്മ അത് ഏൽപ്പിക്കേണ്ടവർ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരെ നമ്മൾ വിളിക്കാൻ നമ്മളോട് ആത്മാവ് പറയുമ്പോൾ നമ്മൾ വിളിക്കും. നമ്മൾക്ക് അവർ നമ്മളെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അച്ചിട്ട വിശ്വാസത്തിൽ തന്നെ പോകണം. അച്ചിട്ട വിശ്വാസത്തിൽ ജാഗ്രതയോടെ, വിശ്വാസം ജാഗ്രതയോടെ. അതാണ് ഒരു ടീച്ചർ സാക്ഷ്യം പറഞ്ഞില്ലേ, ലൂസിയ ടീച്ചർ സാക്ഷ്യം പറഞ്ഞ എന്താ, എൻ്റെ പേപ്പർ നോക്കിക്കൊണ്ടിരിക്കണമെന്ന് ആരും എന്നെ 3 മണിക്ക് വിളിച്ചെഴുന്നേപ്പിച്ചെന്ന്, ഞാൻ കരഞ്ഞിരുന്നിരുന്ന് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞില്ലേ. നിൻ്റെ എഴുന്നേക്ക്, നിൻ്റെ പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കത് കേട്ടപ്പോൾ ഉണ്ടല്ല വല്ലാതെ ഒരു ആന്തരിക തരിപ്പാണ് തോന്നിയത്. കാര്യം ഞാനിങ്ങനെ കുറേ അനുഭവിച്ചിട്ടുള്ളതാണ്. ഈ ദൈവം എന്ന് പറഞ്ഞത് സൂപ്പറാണ്. നമ്മൾ ദൈവത്തെ തന്നെ ഒപ്പിച്ച് ജീവിക്കണമെന്നേ ഉള്ളൂ. രാത്രി വിളിച്ചെഴുന്നേൽപ്പിക്കണേ, എടി എഴുന്നിരുന്ന് പ്രാർത്ഥിക്കുക, നിൻ്റെ പേപ്പർ നോക്കണ സമയമാണെന്ന്. ഇതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങൾ ദൈവം ചെയ്യും. ഇതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങൾ ചെയ്യും. അതായത് എൻ്റെ മക്കളെ, ഈ ഉടമ്പടി വരുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണമെന്നറിയാമോ, ഇത് നിങ്ങളെ ദൈവമായിട്ട് ഇൻറ്റിമേറ്റ് ആക്കുകയാണ്. നിങ്ങൾ അതായത് ഫോർമാറ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. കാര്യം അതിൽ കാച്ചിക്കുറുക്കി സത്യസന്ധമായി ഈ 4000 വർഷങ്ങൾ നോഹിൻ്റെ കാലം മുതൽ ഇന്ന് വരെ ദൈവവും അവൻ്റെ ജനതയും തമ്മിൽ ജീവിച്ച ആത്മബന്ധത്തിൻ്റെ ഒരു ആത്മസ്പർശമുണ്ട്. അതാണ് ഈ ഉടമ്പടിയിലുള്ളത്. അതുകൊണ്ടാണ് ഇത് ഇൻറ്റിമേറ്റ്. ഐ വിൽ കം വിത്ത് യു എന്നല്ല പറയണത്. മോസസിനോടൊക്കെ എന്താ പറയണത്, നീ യുദ്ധം ചെയ്യണ്ട, ഞാൻ യുദ്ധം ചെയ്യാം, ഞാൻ നിൻ്റെ ജനത്തിൻ്റെയും കൂടെ വരാമെന്നാണ്. അത്ര ഇൻറ്റിമസിയാണ്. അതല്ല ടീച്ചർ ശ്രമിക്കുന്നത്. നിയമാവർത്തനം 4:7 കോട്ട് ചെയ്തിട്ടാണ് അവർ ആ സാക്ഷ്യം അവസാനിക്കുന്നത്. നിയമാവർത്തനം 4:7 എന്താ പറയണത്, പ്രാർത്ഥിക്കുന്നവർക്ക് ഇത്രയും സമീപസ്ഥനായ ദൈവമുള്ള ശ്രേഷ്ഠ ഏത് ജനതയാണുള്ളതെന്ന് ചോദിക്കണില്ലേ? സുധിയുടെ ഹല്ലേലൂയ. കർത്താവ് വേറെ ഒരു കക്ഷിയോടും ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടതെന്ന്. അന്ധന്മാരെ 3 പേരും സുഖപ്പെട്ടായിരുന്നു. അന്ധന്മാരെ 3 പേരും സുഖപ്പെട്ടു. പക്ഷെ കർത്താവ് അതേ ചോദ്യം വേറെ ഒരു കക്ഷിയോട് ചോദിച്ചായിരുന്നു, ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടതെന്ന്. ആരോടാ? സെബദി പുത്രന്മാരോട്. അപ്പോഴവരെന്നാ പറഞ്ഞത്? മർക്കോസ് 10:36, ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടത്. സെബദി പുത്രന്മാരെന്ന് പറഞ്ഞാൽ ആരാണ്? യാക്കോബും യോഹന്നാനും. അവരെന്താണ് കർത്താവിനോട് ആവശ്യപ്പെട്ടത്? നീ രാജ്യം സ്ഥാപിക്കുമ്പോൾ ഒരാൾ നിൻ്റെ വലതുവശത്തും ഒരാൾ ഇടതുവശത്തും ഉപവിഷ്ടരാകാൻ ഭൗതികമായ ആനുകൂല്യങ്ങളും അധികാരങ്ങളും ആളുകളികളും ഒക്കെയാണ് അവർ ചോദിച്ചത്. അപ്പം കർത്താവ് പറഞ്ഞു, നിങ്ങൾ ചോദിക്കണത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ. അപ്പം ചോദിക്കുന്ന മുമ്പ് ഒന്ന് അറിയണം, നല്ലതായിരിക്കും. മർക്കോസ് 10:36, ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടതെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾക്ക് ഗുണകരമാകണമെന്ന് നിർബന്ധം ഇല്ല. അറിഞ്ഞ മനസ്സിലായില്ലേ? സെബദി പുത്രന്മാർ എന്താ ചോദിച്ചത്? കർത്താവ് രാജ്യം സ്ഥാപിക്കുമ്പോൾ, മർക്കോസ് 10:36, കർത്താവ് രാജ്യം സ്ഥാപിക്കുമ്പോൾ ഒരാൾ വലതുവശത്തും ഒരാൾ ഇടതുവശത്തും, എന്നുവെച്ചാൽ പത്രോസിനേക്കാൾ കേമനാകണമെന്നാണ് ഈ പറയണത്. ആ 10 ദിവസം താക്കോൽ കൊടുത്തതിന് ശേഷം ഉണ്ടായ ഒരു പുലിവാല മത്സരമുണ്ട്, അസൂയയുണ്ട്, കുറേ പ്രശ്നങ്ങളുണ്ട്. ഈ സെബദി പുത്രന്മാരുടെ വരവ് എങ്ങനെ വന്നതെന്ന് നിങ്ങൾക്ക് അറിയാവോ? പത്രോസിന് കർത്താവ് അധികാരം കൊടുത്തില്ലേ? അതിനുശേഷം സലോമി ഉണ്ടാക്കിയ പുലിവാല ആര്? യോഹന്നാൻ്റെയും യാക്കോബിൻ്റെയും അമ്മ. അവരാണ് സെബദിയുടെ ഭാര്യ. അവർ വന്നാണ് ഈ മക്കളെയും കൊണ്ടുവന്ന് ഈശോൻ്റെ അടുത്ത് യുദ്ധം ഉണ്ടാക്കണത്, സമരം ഉണ്ടാക്കണത്. എന്താണ്? പത്രോസിൻ്റെ വീട്ടിൽ നിന്ന് 2 പേരുണ്ട്, അന്ത്രോസും പത്രോസും. എൻ്റെ വീട്ടിൽ നിന്ന് 2 പേരുണ്ട്, യാക്കോബും യോഹന്നാനും. അപ്പോൾ 50-50. പക്ഷേ ഞങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. എൻ്റെ കുടുംബം വിറ്റുള്ള കാശ് കൊണ്ടുവന്ന് യൂദാസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കാ മേൽക്കൈ വേണ്ടത്? എനിക്കാ. അപ്പോൾ താക്കോൽ കൊണ്ടുപോയിരിക്കണത് ആരാണ്? പത്രോസാണ്. ഇതാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അപ്പം നമുക്ക് മാത്രം ഈ പ്രശ്നം പണ്ടേ ഉണ്ട്. പത്രോസിനോട് ഈശോ പറഞ്ഞില്ലേ, യോനായുടെ പുത്രനെ ശമയോൻ നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല
എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തിയത്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞില്ലേ? അതാണ് സലോമി കേട്ടിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്. ആ വിഷയം കേട്ടപ്പോഴാണ് സലോമി പറഞ്ഞത്, ഇതെന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? നമ്മളിപ്പോൾ പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിൽ 50-50 അന്ത്രോസും പത്രോസും അവിടെ വീട്ടിൽ നിന്ന് 2 പേരുണ്ട്. നിങ്ങളും ഉണ്ടല്ലോ 2 പേര്, യാക്കോബും യോഹന്നാനും. പക്ഷെ അവരെക്കാൾ കുറച്ചുകൂടി മേൽക്കൈ നമുക്കുണ്ട്. എന്താണ്? നമ്മുടെ കുടുംബം വിറ്റ് വസ്തു വിറ്റ് കാശ് കൊണ്ടുവന്ന് കർത്താവിൻ്റെ, അതുകൊണ്ട് അവസാനം 10:45 അല്ലെ 16:45 മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ ഈ സ്ത്രീ നിൽക്കുന്നുണ്ട്. ശരിക്കും സലോമി നിൽക്കുന്നുണ്ട്. അപ്പോൾ സലോമി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തങ്ങളുടെ സമ്പത്ത് വിറ്റ് അവനെ ശുശ്രൂഷിച്ച മറ്റു സ്ത്രീകളുടെ കൂട്ടത്തിലാണ് സലോമിയുടെ പേര് പറയണത്. സലോമി അതെന്ന് വെച്ച് കഴിഞ്ഞാൽ യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും കുടുംബ ഓഹരി വിറ്റപ്പോൾ അത് കൊണ്ടുവന്ന് കർത്താവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന് കൊടുത്ത ആളാണ് സലോമി. നമ്മളെ ദൈവത്തിനെ സഹായിച്ചതിൻ്റെ പേരിൽ ഒരു ക്ലെയിമാണ്, ഒരു അവകാശവാദമാണ് സലോമി ഉന്നയിക്കുന്നത്. അവകാശവാദം ഉന്നയിക്കുമ്പോൾ സലോമി ഉദ്ദേശിക്കുന്നത് പത്രോസിനേക്കാൾ അന്ത്രോസിനേക്കാൾ യാക്കോബിനും യോഹന്നാനും ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ആളും അധികാരവും ഒരു മേൽക്കൈ കിട്ടുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നത്, നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല. എന്താ വെച്ചാൽ ലോക അരൂപിയാലാണ് അവർ ചോദിക്കണത്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പം ലോക അരൂപിയാൽ നമ്മൾ ചോദിച്ചാൽ നിങ്ങളുടെ ക്ലെയിമൊന്നും അത് വെച്ച്, ലോക അരൂപി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? മത്സരിച്ചുകൊണ്ട് ദൈവത്തോട് ചോദിക്കുക. ഇപ്പം നിങ്ങളുടെ അനുജത്തിയുടെ മക്കൾ കാനഡയിൽ പോയെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ കെട്ടിയെടുത്ത് കാനഡയിൽ, ഉത്തരം എന്താണ്? ദൈവഹിതമാണ്. ഏറ്റവും ചെറിയ ഉത്തരവ് എന്താണ്? നമ്മുടെ ആഗ്രഹം നിറവേറുന്നതാണ്. പറഞ്ഞ മനസ്സിലായ? എൻ്റെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഉത്തരം ദൈവഹിതമാണെന്നും എൻ്റെ പ്രാർത്ഥനയുടെ ഏറ്റവും ചെറിയ ഉത്തരം എൻ്റെ ഹിതം നിറവേറാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ ആത്മാവിൽ നിറഞ്ഞിരിക്കും. കൈ അടിച്ച് കർത്താവിലേക്ക്. ചില കാര്യങ്ങൾ എൻ്റെ മക്കളെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ചില കാര്യങ്ങൾ താമസിക്കുകയോ നിങ്ങളെ വിചാരിക്കണ രീതിയിൽ അത് നടക്കാതെ ഇരിക്കുകയോ ചെയ്താൽ നിങ്ങൾ ഡെസ്പാകരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയോട് പ്രാർത്ഥിക്കണം, കർത്താവായ ദൈവമേ, ചില കാര്യങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ആഗ്രഹിക്കുന്ന സമയത്ത് നടന്നില്ലെങ്കിലും എനിക്ക് ഇച്ഛാഭംഗം ഉണ്ടാകാതിരിക്കാൻ അങ്ങയുടെ തിരുമനസ് നിറവേറ്റിയ, അങ്ങേ മഹത്വപ്പെടുത്തിയ ആന്തരിക സന്തോഷം എന്നിൽ അഭിഷേകമാകാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇനി കർത്താവിനോട് പറയുന്ന വേറെ ആളുണ്ട്. നീ ചോദിക്കണത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം എന്ന് കർത്താവിനോട് പറയുന്ന വേറെ ഒരാളുണ്ട്. ആരാണത്? മാർത്ത. ഇതിങ്ങനെ റെക്കോർഡ് ചെയ്യണേ ബൈബിളിലെ. നീ ചോദിക്കണത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം എന്ന് പറയണ ആളാരാ? മാർത്ത. ലാസറിൻ്റെ പെങ്ങള് മാർത്ത. യോഹന്നാൻ 11:22. യോഹന്നാൻ 11:22. ഇത് കണ്ട, റിപ്പീറ്റ് ചെയ്യണം. കണ്ടല്ലേ? സെയിം ഡയലോഗ്, സെയിം ലാംഗ്വേജ് റിപ്പീറ്റ് ചെയ്യുകയാണ്. സെബദ്യപുത്രന്മാരോട് മാത്രമേ നോ പറയുന്നുള്ളൂ. സെബദ്യപുത്രന്മാരോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ ചോദിക്കണത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പാടില്ല. കാരണം നിങ്ങൾ പത്രോസുമായിട്ട് മത്സരിച്ചിട്ട് ആളാകാനും കസര കിട്ടാനും അധികാരത്തിന് വേണ്ടിയുള്ള ലോകാരൂപിയുടെ പ്രേരണയാണ് ഉള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാവാത്തത്. ചോദിക്കണത്, പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് തന്നെ മനസ്സിലാകാത്ത സാഹചര്യം ആ വ്യക്തി ലോകാരൂപിയാൽ നയിക്കപ്പെടുമ്പോഴാണ്. ഈ കൊടുത്ത പോയിന്റ് മനസ്സിലായോ? പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് തന്നെ എന്താണെന്ന് മനസ്സിലാകാത്തതിൻ്റെ കാരണം ആ വ്യക്തി ലോകാരൂപിയാൽ നയിക്കപ്പെടുമ്പോഴാണ്. കൈ അടിച്ച് കർത്താവ്. ഇവിടെ ഈശോ കൊടുക്കുന്ന ഉത്തരം എന്നാ മാർത്തായോട് പറയണത്? മാർത്തായുടെ സിറ്റുവേഷൻ നോക്കണം. അതായത് ലാസർ ചത്ത് ചീഞ്ഞ് കല്ലറയുടെ അകത്ത് ഇരിക്കുകയാണ്. അവരുടെ കുടുംബത്തിൻ്റെ തൂണും പോയി, തുണയും പോയി, ഇണയും പോയി, എല്ലാം പോയി.
അവൾ ഒറ്റയ്ക്ക് അവളുടെ അനിയത്തി മാത്രമേ ഉണ്ട്. ഭയങ്കര ട്രാജഡിയാണ്. ഈ ട്രാജഡി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഭയങ്കര ഒരു പവറാണ്. ഏറ്റവും വലിയ പ്രാർത്ഥന ഏതാണെന്നറിയാം മക്കളെ? ഏറ്റവും വലിയ പ്രാർത്ഥന നീ ഏത് സിറ്റുവേഷനിൽ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥനയെ ഗ്രാവിറ്റി ഉള്ളതാക്കണത്, നമ്മുടെ പ്രാർത്ഥനയെ ഈയമാണ്, പിച്ചളയാണ്, വെള്ളിയാണ്, സ്വർണ്ണമാണോ എന്നാക്കണത് നീ എപ്പോഴാണത് പ്രാർത്ഥിച്ചതെന്ന് അറിയുമ്പോഴാണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? നാളെ കാലങ്ങളിൽ നിങ്ങൾ ഇതിനേക്കാൾ വലിയ വിശ്വാസ പ്രഖ്യാപനം നടത്താം, പക്ഷേ സിറ്റുവേഷൻ ഇതായിരിക്കത്തില്ല. ഇപ്പം സിറ്റുവേഷൻ ഡ്രാസ്റ്റിക്കാണ്, വളരെ മോശമാണ്. ഇപ്പം നമ്മൾ ഉടമ്പടിയിൽ ഒരു മനുഷ്യനെ എത്തിച്ചെന്ന് പറയുമ്പോൾ അവൻ്റെ സിറ്റുവേഷൻ അവൻ്റെ ജീവിതാവസ്ഥ വളരെ പരിതാപകരമായൊരവസ്ഥയാണ്. എൻ്റെ മക്കളെ, ഇപ്പോഴാണ് ടൈമെന്ന് പറയണത്. ഇപ്പോഴെന്താണ്? ഇപ്പോഴാണ് നിങ്ങളുടെ മനസ്സ് തകർന്നിരിക്കണ ഒരവസ്ഥ. ഇപ്പോൾ ഒരു ചേട്ടായി സാക്ഷ്യം പറഞ്ഞില്ലേ, അച്ഛൻ ശരീരത്തിൽ രോഗമുള്ള ഇടത്ത് കൈവച്ച് പ്രാർത്ഥിക്കാനും പറഞ്ഞു. അത് ഈ മാസത്തെ 3ാമത്തെ സാക്ഷ്യമാണ്. കൈവച്ച് പ്രാർത്ഥിക്കാൻ അച്ഛൻ പറഞ്ഞു. ഞാൻ അവിടെ കൈവച്ചു, കർത്താവിനെ സുഖപ്പെടുത്തിയെന്ന്. ഇതാദ്യം സമയത്ത് ഈ സാക്ഷ്യത്തിന് വന്നപ്പോൾ തന്നെ ഞാൻ ഓർത്ത്, ദൈവമേ എന്നോട് എപ്പോഴാണ് കർത്താവ് ഇങ്ങനെ സംസാരിച്ചതെന്ന്. ഒരിക്കലും ഞാനിതുപോലെ ആരാധന കർത്താവിൻ്റെ പിറകെ നിൽക്കുമ്പോഴാണ് പറഞ്ഞത് ശരീരത്തെ കൈവച്ച് പ്രാർത്ഥിക്കാൻ. അന്ന് പോലും ഞാൻ ഇടയ്ക്ക് കർത്താവ് തോന്നിക്കുമ്പോഴൊക്കെ ശരീരത്തെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയും. കാര്യം എന്താണ്? സൗഖ്യം നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഈ കൈ കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ ശരീരമുള്ള രോഗമുള്ള സ്ഥലത്തേക്ക് വെക്കുന്നത് ആരുടെ പേരിലാണ്? കർത്താവിൻ്റെ നാമത്തിലാണ്. നമ്മൾ കർത്താവിൻ്റെ നാമത്തിലാണ് ഈ കൈ നമ്മുടെ ശരീരഭാഗത്തിലേക്ക് വെക്കണത്. അല്ലെങ്കിൽ ഞങ്ങളെ സുഖപ്പെടുത്തില്ലെങ്കിലും കർത്താവ് നിങ്ങളെ സുഖപ്പെടുന്നു ഉറപ്പാണ്. എന്താ കാര്യം? എല്ലാവരുടെയും കുരിശ് മാറ്റിയ കർത്താവിൻ്റെ കുരിശ് മാറ്റാൻ പിതാവ് തയ്യാറായോ? ഇല്ല. കാര്യം അതാണ് കർത്താവിൻ്റെ പ്രാർത്ഥന ഉത്തരം. എല്ലാവരുടെയും കുരിശെടുത്ത് മാറ്റിയ കർത്താവിൻ്റെ കുരിശ് മാറ്റാൻ പിതാവ് തയ്യാറായില്ല. അപ്പം ഞാൻ മനസ്സിലാക്കണ ഇതാണ്, എന്നെ കർത്താവ് സുഖപ്പെടുത്തിയില്ലെങ്കിലും നിങ്ങളെ കർത്താവ് സുഖപ്പെടുത്തും. എന്താ കാര്യം? നിങ്ങളെ സുഖപ്പെടുത്താൻ കർത്താവിൻ്റെ അടയാളമായിട്ട് ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്നവരാണ് ശുശ്രൂഷകരെ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുസ്തോത്രം, ഹല്ലേലൂയ. ശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പം തകർന്ന് തരിപ്പണമായ സമയത്താണ് മാർത്ത പറയണത്, കർത്താവേ, യോഹന്നാൻ 11:22, കർത്താവേ നീ ചോദിക്കണതെന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. അപ്പം ചോദിക്കുന്നതിനേക്കാൾ കൂടുതലാണ് അവിടെ കൊടുക്കുന്നത്. അന്ധന്മാർക്ക് കൊടുത്തത് എന്താണ്? ചോദിച്ചത് അത്രയും കൊടുത്ത്. ഭർത്തിമാവസോട് ചോദിച്ചല്ലേ, ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? ലോർഡ്, ഐ വാണ്ട് സീ, നിനക്ക് കാണണമെന്ന് പറഞ്ഞു. അപ്പം കർത്താവിൻ്റെ കണ്ണുകളിൽ തൊട്ടു, കണ്ണ് തുറന്നു. അവൻ കണ്ടു, കർത്താവിനെയും കണ്ടു, ലോകത്തെ മുഴുവൻ കണ്ടു. ചോദിച്ചത് തന്നെ കൊടുത്തു. ഇപ്പം മാർത്ത എന്താ പറയണത്? അത് തന്നെ ബർത്തിമേവൂസ് പറഞ്ഞത് തന്നെ മാർത്ത പറയണത്. കർത്താവ് നീ ചോദിക്കണത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. ഇപ്പം കർത്താവ് പറയും, നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോഴേ മാർത്ത പറയും, അന്തിമ നാളിൽ പുനരുത്ഥാനഘട്ടത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഈശോ പറയും, നിനക്കറിയാത്ത വേറെ ഒരു അറിവുണ്ട്. ഐ ആം ദ ലൈഫ് റെസറക്ഷൻ. നിനക്കറിയാത്ത വേറെ ഒരു അറിവുണ്ട്. എന്താണ് മാർത്ത? അന്തിമ നാളിൽ പുനരുദ്ധാന ഘട്ടത്തിൽ നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്നല്ല, അതിനേക്കാൾ വലിയൊരു അറിവുണ്ട്. ഞാനാണ് പുനരുദ്ധാനവും ജീവനും. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈ ഉടമ്പടി കാലമില്ലേ, ഉടമ്പടി കാലം ദൈവം നിൻ്റെ കൂടെ ഏറ്റവും അടുത്ത് വരുന്ന സമയമാണ്. ഇപ്പം ചന്ദ്രയാനിലൊക്കെ നമ്മൾ
9% വിജയിച്ചെന്ന് ഞാൻ പറയത്തുള്ളൂ. ശാസ്ത്രജ്ഞന്മാർ പറയണത് 95% വിജയിച്ചെന്നാണ്. എനിക്ക് അത് ഫോളോ ചെയ്തപ്പോൾ തോന്നിയത് 99% വിജയിച്ചെന്നാണ്. കാര്യം നമ്മളവിടെ എത്തി, നമ്മുടെ ലാഡറ് ചന്തലിൽ ഇറങ്ങി, ക്രാഷ് ഓർ സോഫ്റ്റ്, അതിപ്പോൾ അടുത്ത ട്രയൽ ആൻഡ് എററിൽ നമ്മളത് മെയ്ഡപ്പ് ചെയ്യും. ചന്ദ്രൻ്റെ ദിശ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ ചില സമയത്ത്. ഇപ്പോൾ ചന്ദ്രൻ അടുത്ത് വരുന്ന ഒരു സമയമുണ്ട്. ഇപ്പോൾ 4 ലക്ഷത്തി ചില്ലാനം കിലോമീറ്റർ അകലെ പോണ ഒരു 3,75,000 കിലോമീറ്റർ അടുത്ത് വരുന്ന സമയമുണ്ട്. അപ്പോൾ ഈ ഇതുപോലെ തന്നെയാണ് ദൈവവും നമ്മളും തമ്മിൽ. ഉടമ്പടി കാലത്ത് ദൈവം നമ്മുടെ അടുത്ത് വരുന്നൊരു കാലമാണ്. ഉടമ്പടി കാലം എന്ന് പറയുന്നത് എന്താണ്? ദൈവം നമ്മുടെ അടുത്ത് വരുന്നൊരു കാലമാണ്. ഈ അടുത്ത് വരുന്ന കാലത്താണ് മക്കൾ ബൈബിൾ വായിക്കുകയും കുറച്ചു നേരം കർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ സമയം കണ്ടെത്തുകയും ചെയ്യേണ്ടത്. ഈ കാലത്ത് ബൈബിള് മറ്റ് കാലങ്ങളെക്കാൾ നന്നായിട്ട് മനസ്സിലാകും. പറഞ്ഞ മനസ്സിലായില്ലേ? ഇക്കാലങ്ങളിൽ നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ മുമ്പത്തെ കാലത്തേക്കാൾ ബൈബിള് നന്നായിട്ട് മനസ്സിലാകുകയും ദൈവം അതിലൂടെ നമ്മളോട് സംസാരിക്കുകയും ചെയ്യും. ഇപ്പം എന്നാ പറയണത്? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഒരു വിശ്വാസി തിരിച്ച് കർത്താവിൻ്റെ അടുത്ത് ആ വിശ്വാസം അർപ്പിക്കണ ഭാഗമാണ് യോഹന്നാൻ 11:22. എന്താണ്? കർത്താവേ, നീ ചോദിക്കണത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. ബർത്തിമേവുസിനെ അറിയത്തില്ല. ബർത്തിമേവുസിനെ അറിയത്തില്ല. അതുകൊണ്ട് അവനോട് നീ ചോദിക്കേണ്ടി വന്നു, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത്. മാർത്ത ബർത്തിമേവുസിനേക്കാൾ ഉയർന്ന വിശ്വാസിയാണ്. മാർത്ത 2 അന്ധന്മാരെക്കാൾ ഉയർന്ന വിശ്വാസിയാണ്. അവിടെ 2 കണ്ണുകൾ തുറന്ന് തന്നെ ഇരിക്കുകയാണ്. ശരീരത്തിൻ്റെ മാത്രമല്ല, ആത്മാവിൻ്റെ കണ്ണും തുറന്ന ആളാണ് മാർത്ത. മാർത്ത പറഞ്ഞു, കർത്താവേ, ബർത്തിമേവുസിനെ പോലെയല്ല ഞാൻ. നീ ജെറിക്കോയിൽ കണ്ടുമുട്ടിയ അന്ധന്മാരെ പോലെയല്ല. ഐ നോ ഹൂ യു ആർ. എനിക്കറിയാം നീ ആരാണെന്ന്. നീ ദൈവത്തോട് ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരും എന്ന് എനിക്കറിയാം. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ അറിവിനേക്കാൾ വലിയൊരു അറിവുണ്ട് മാർത്ത. എന്താണ്? ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. അപ്പം നിത്യജീവൻ വരെ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് യോഹന്നാൻ പറയുന്നത്. ഏകസത്യദൈവമായ നിന്നെയും നീ യേശു ക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവനെന്ന് യോഹന്നാൻ 17:3 പറയുമ്പോൾ അത് തന്നെയാണ് യോഹന്നാൻ 11:25. ഐ ആം ദ ലൈഫ് ആൻഡ് റിസറക്ഷൻ. ഞാനാണ് ജീവനും പുനരുത്ഥാനവും. നമ്മുടെ നിത്യജീവൻ വരെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത്ഭുതങ്ങൾ, എല്ലാ അടയാളങ്ങളും നിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ എൻ്റെയും മുമ്പിലുള്ള വാട്ട് ഇസ് ദ ഓപ്ഷൻ? പെർസിസ്റ്റ്. എന്ത് ഓപ്ഷനാണ് നമ്മുടെ മുമ്പിൽ ബാക്കി നിൽക്കുന്നത്? കർത്താവിനെ അറിയുക. പ്രാർത്ഥനയിലൂടെ ആയാലും വചനവായനയിലൂടെ ആയാലും ഉപവാസത്തിലൂടെ ആയാലും കാരുണ്യ പ്രവൃത്തികളിലൂടെ ആയാലും യു മസ്റ്റ് നോ ജീസസ് ക്രൈസ്റ്റ്. നമ്മൾ കർത്താവിനെ അറിയുന്നു. അറിവിൻ്റെ ആധിപത്യത്തിലാണ് നമുക്ക് അനുഭവം ലഭിക്കാനിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ വസന്തകാലമാണ് ഉടമ്പടിക്കാലം. കൈയടിച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങേ അറിയുകയും അറിഞ്ഞനുഭവിക്കുകയും എൻ്റെ ഇക്കാലങ്ങളിലുള്ള എല്ലാ കണ്ണീരിനും നിത്യത വരെയുള്ള ആത്മാവിൻ്റെ പ്രശ്നങ്ങൾക്കും ഒരേ ഉത്തരമാണെന്ന് അറിയുന്ന ഈ ഉടമ്പടിക്കാലത്ത് അതിന്റെ മുഴുവൻ അനുഭവങ്ങളിലേക്ക് എത്തിപ്പെടുവാൻ ആവശ്യമായ ആത്മശക്തിയാൽ അടിയനെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ. ചേർന്ന് പാടാം. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ.
തീക്കാറ്റായി വീശണമേ. Praise the Lord. Praise the Lord. എഴുന്നേൽക്കുക. നേരത്തെ സാക്ഷ്യത്തിൽ കേട്ടതുപോലെ രോഗാതുരമായ സ്ഥലങ്ങളിലെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. PCOD രോഗിക്കാരെ, ആശ്വാസ രോഗികളെല്ലാം കർത്താവിൽ നിന്ന് സുഖപ്പെടുത്തിയ വലിയ സാക്ഷ്യം നമ്മൾ കേട്ടു. അതെല്ലാം ഉദരരോഗങ്ങളാണ്. ഉദരരോഗമുള്ളവർ, PCOD, അതുപോലെ തന്നെ ഫിഷർ രോഗങ്ങൾ, ആർഎസ്എസ് രോഗങ്ങൾ, അൾസർ രോഗങ്ങളൊക്കെ ഉള്ളവർ അടിവയറ്റിൽ കൈകൾ വയ്ക്കുക. അടിവയറ്റിൽ നിൻ്റെ കൈകൾ ഇപ്പോൾ കർത്താവിൻ്റെ കൈകളായി മാറുകയാണ്. നിൻ്റെ വിശ്വാസത്തിലൊന്ന് ഓർത്ത് വേണം. നിൻ്റെ കൈകൾ ഇപ്പോൾ നിൻ്റെ കൈകളല്ല, അത് വിശ്വാസത്തിൽ വെക്കുമ്പോൾ അത് കർത്താവിൻ്റെ കൈകളാണ്. നിൻ്റെ നെഞ്ചിൽ കൈകൾ വെക്കാം. ശ്വാസകോശ രോഗികൾ, വലിവ് രോഗികൾ, ആസ്മ രോഗികൾ, കരൾ രോഗികൾ, ഹൃദയ രോഗികൾ, കർത്താവിൻ്റെ നാമത്തിൽ നെഞ്ചിൽ കൈകൾ വെക്കുക. നിൻ്റെ കഴുത്തിൽ കൈവെക്കാം. തൈറോയ്ഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ, കഴുത്തിൽ കൈവെക്കുക. സ്പൊണ്ടിലോസിസ് രോഗികൾ കഴുത്തിൽ കൈകൾ വെക്കുക. ശിരസിന് വേദനയുള്ളവരെ ചെന്നിയിൽ കൈകൾ വെക്കുക. കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ, ചെവിക്ക് കേൾവിക്കുറവുള്ളവരെ ശിരസിൽ കൈവെക്കുക. നടുവേദനക്കാർ നടുവിൽ കൈവെക്കുക. കിഡ്നി വേദനക്കാർ പിറകിലെ നടുവലിൻ്റെ മുകളിലെ സൈഡിലായിട്ട് കൈവെക്കുക. വിസർപ്പ് ത്വക്ക് രോഗികളുണ്ട്, വിസർപ്പ് രോഗികളുണ്ട്. അവർ ശിരസ് കൈകൾ ശരീരത്തിൽ വെക്കുക. പ്രഖ്യാപിക്കുക, കർത്താവേ, വിശ്വാസത്താൽ എൻ്റെ കൈകളെ നിന്റെ കൈകളായി ഞാൻ മാറ്റുന്നു. എൻ്റെ ശരീരത്തിലുള്ള ആന്തരികവും ബാഹ്യവുമായ സർവ്വരോഗങ്ങളുടെ മേലും കർത്താവേ, നിന്റെ അധികാരം, ജീവന്റെ അധികാരം ഞാൻ പ്രഖ്യാപിക്കുന്ന യേശുനാമത്തിലെ, യേശുനാമത്തിലെ, യേശുനാമത്തിലെ മാരക രോഗങ്ങള്, തീരാവേദികള് മാറിപ്പോട്ടെ. ഹല്ലേലൂയ. Lord Jesus, pour out His Spirit, the fire finger, soak with the precious blood. I command you, in the name of Jesus Christ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കൈകളെടുക്കുക. വിവാഹ തടസ്സമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മക്കൾ ഇല്ലാത്തവർ, സ്ഥലം വിറ്റുമാറാത്തവർ, സാമ്പത്തിക ബാധ്യതയുള്ളവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, ജോലിയില്ലാത്തവർ, വരുമാന മാർഗമില്ലാത്തവർ, കുടുംബകലഹങ്ങൾ, കോടതി കേസുകൾ, അതിർത്തി തർക്കങ്ങൾ, ഭാഗ ഉടമ്പടി നടക്കാത്തവർ, ടെസ്റ്റ് എഴുതുന്നവർ, ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ, നൈപുണ്യ പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ, ഡേറ്റ് ഇട്ടിരിക്കുന്നവർ, അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ പീസ്. കർത്താവേ, 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 അങ്ങയുടെ മക്കളെ സ്പർശിക്കണമേ കർത്താവേ. കർത്താവേ, വിശുദ്ധമായ രക്തത്താൽ തളിക്കണമേ കർത്താവേ. ജീവിത മാർഗങ്ങൾ മുട്ടിപ്പോയവര്,
സാമ്പത്തിക ബാധ്യതകളാൽ വിഷമിക്കുന്നവരെ, അപമാന ഭാരത്താല് പേടിക്കുന്നവരെ കർത്താവിന്റെ ശക്തി നിറയട്ടെ. ഭയമുള്ളവരെ, മനുഷ്യരുടെ മുമ്പിൽ അപമാനം വന്നു പോകുമോ എന്നോർത്ത് ഭയക്കപ്പെടുന്നത്. ബൈബിളിൽ അങ്ങനെ കുറേ ആൾക്കാരെ കർത്താവ് അവരുടെ കണ്ണുനീര് വളരെ ഗൗരവതരമായി കാണുന്നുണ്ട്. എലിസബത്ത് വരെ പറയണത് മനുഷ്യരുടെ മുമ്പിലുള്ള അപമാനം കർത്താവ് നീക്കി തന്നുവെന്നാണ്. മനുഷ്യരുടെ മുമ്പിൽ അപമാനപ്പെട്ട് ജീവിക്കാൻ നമുക്ക് പറ്റത്തില്ല. നാട് വിട്ടുപോയി പാർക്കാനുള്ള ത്രാണിയുമില്ല. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വേറെ ഒരു മാർഗവുമില്ല. കർത്താവ് ഈ അപമാനത്തെ മാറ്റിയേ പറ്റത്തുള്ളൂ. ശ്രുതികട ഹല്ലേലൂയ. Lord Jesus, pour out His Spirit. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. മക്കൾ ദുർനടപ്പിൽ അകപ്പെട്ടിരിക്കുന്നവരെ, അതിൻ്റെ പേരിൽ വിവാഹം താമസിക്കുന്നവരെ, വന്ന വിവാഹം നഷ്ടപ്പെട്ടു പോകുന്നവരെ, എന്തിനെന്നറിയാൻ പാടില്ലാതെ കുഴങ്ങുന്നവരുടെ മേൽ കർത്താവിൻ്റെ ശക്തി ലഭിക്കട്ടെ. മക്കളുടെ മേൽ കർത്താവിൻ്റെ തിരുരക്തം തളിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. ഒരു വരുമാന മാർഗം തിരക്കുന്നവരെ, അന്വേഷിക്കുന്നവരെ, ചില ഡേറ്റുകളൊക്കെ ചിലയിടത്ത് ഓഫർ ചെയ്തിട്ട് ആ ഡേറ്റ് നടക്കുമോ ഇല്ലെന്ന് അറിയാൻ പാടില്ലാതെ മനസ്സ് തേങ്ങണവരെ, ഉറക്കമില്ലാത്തവരെ, ജീവിതത്തിൻ്റെ പല കാര്യങ്ങളെ ഓർത്തിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല ഉറക്കമില്ലാത്തവരെ, അമ്മ മാതാവേ ഇന്ന് മക്കളെ സന്ദർശിക്കണമേ രാത്രിയിൽ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുസ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. കയ്യിലെ കുരുക്കള്, നീര് രോഗങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കർത്താവ് ദർശന സന്ദേശമേ പറയണത് കയ്യിലെ കുരുക്കൾ നീര് രോഗങ്ങളൊക്കെ മാറുന്ന സന്ദേശമുണ്ട്. അതുപോലെ തന്നെ എന്തോ മോഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്നുണ്ട്, അത് നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ തീരുമാനിക്കണം. ശ്രുതിയുടെ ഹല്ലേലൂയ. കണ്ണുകളെ കർത്താവ് സുഖപ്പെടുത്തുന്ന, കണ്ണുകളുടെ തടിപ്പ്, കണ്ണുകളുടെ പോളൊക്കെ തടിപ്പ് കൂടുന്നു, അകത്ത് ചുവപ്പ് നിറം കൂടുന്നു, കരികരിപ്പ് കൂടുന്നു, കണ്ണുകളുടെ മൃദുത്വം നഷ്ടപ്പെടുന്ന കണ്ണുകളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. സ്തുതിയുടെ ഹല്ലേലൂയ. മക്കളില്ലാത്തവർ, ലൈംഗിക ശേഷിയില്ലാത്തവരെ അവരെ കർത്താവ് ശക്തിപ്പെടുത്തുന്ന, കർത്താവ് സന്താന സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുന്ന. സ്തുതിയുടെ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മൂത്രാശയം വീർക്കുന്ന രോഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂത്രാശയം നമ്മൾ മൂത്രം ഒഴിച്ച് കഴിയുമ്പോൾ ചുരുങ്ങേണ്ടതാണ്, പക്ഷെ ചുരുങ്ങത്തില്ല. നിറയെ മൂത്രമുള്ളപ്പോൾ എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ മൂത്രാശയത്തിൻ്റെ ഇരിപ്പ്, അതിൻ്റെ ചുരുങ്ങൽ ശേഷി കുറഞ്ഞിരിക്കുന്നു. ആ മൂത്രാശയത്തെ കർത്താവ് സ്പർശിക്കുന്നു. സ്തുതിയുടെ ഹല്ലേലൂയ. കൈകളുടെ അസ്ഥിക്കുഴകളുടെ സ്വാധീനം പോയിട്ട് മടക്കാനോ തിരിക്കാനോ പറ്റണില്ല, അവിടെ സ്റ്റിഫായിട്ടിരിക്കുന്നു. നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കാണ് സൗഖ്യം. നിങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. യാത്രകളെ സമർപ്പിക്കുക. ഇൻ്റർവ്യൂ, ടെസ്റ്റ്, ഉദ്യോഗം, സ്ഥലം മാറ്റം, യാത്രകളെ സമർപ്പിക്കുക. സ്തുതിയുടെ ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കട്ടെ.
ഈ ശുശ്രൂഷ ലൈവായി കണ്ട് പ്രാർത്ഥിക്കുന്നവരെല്ലാം മുട്ടുമില്ലെന്ന് പ്രാർത്ഥിക്കട്ടെ. അവിടെ നിയോഗങ്ങൾ ഇതാ കർത്താവ് നിങ്ങളെ ആശീർവദിക്കാൻ പോകുകയാണ്. അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ദൈവം, അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം, കൃപാസനം ഏകദിന ഉപവാസ ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളിലേക്കും അവരുടെ നിയോഗങ്ങളിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നു. ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം എഴുന്നള്ളി വരുന്നു. അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, കർത്താവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന.